അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മാഇദയിലെ 49 മുതൽ നമ്മൾ 3 ആയത്തുകൾ ഓതി വെച്ചു. ഇൻഷാ അല്ലാഹ് ഇതിൽ പറയുന്ന വിഷയങ്ങൾ നമുക്ക് വളരെ ചുരുക്കി വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنحكم بينهم بما أنزل الله وأنحكم بينهم بما أنزل الله. അല്ലാഹു അവതരിപ്പിച്ച് തന്നതുകൊണ്ട് അവർക്കിടയിൽ വിധി പ്രഖ്യാപിക്കുക. വലാ തത്തബിഅ അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങൾക്ക് അതിനെ അനുധാവനം ചെയ്യരുത്. ദേഹേച്ഛയെ അവർ ഇച്ഛിക്കുന്നതിനനുസരിച്ച് അതിന് നിന്ന് കൊടുക്കണ്ട. അല്ലാഹ് എങ്ങനെയാണോ ഇറക്കിയത് അതുപോലെ നിങ്ങൾ വിധി പ്രഖ്യാപിച്ചോളൂ. ഒരിക്കലും അവരുടെ തന്നിഷ്ടങ്ങൾക്ക് അതിനെ പിൻപറ്റേണ്ടതില്ല. വഹ്ദറുഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. അല്ലാഹു തആല താങ്കളിലേക്ക് ഇറക്കി തന്നതിൽ അതിൽ നിന്ന് വ്യതിചരിക്കുന്നതിനെ അങ്ങയെ അവർ അതിൽ നിന്ന് തെറ്റിക്കും, ശ്രമിക്കുന്നർത്ഥം. അതിനെ അങ്ങ് സൂക്ഷിക്കുക, ജാഗ്രതയോടുകൂടെ കാണുക. ഇനി അങ്ങനെ അവര് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലം, അങ്ങറിയുക, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം. അവരെ അല്ലാഹു തആല അവർ ചെയ്ത തെറ്റ് കാരണം, ദോഷം കാരണം അല്ലാഹു അവരെ പരീക്ഷിക്കും. وَإِنَّ كَثِيرًا مِنَ النَّاسِ لَفَاسِقُونَ. ജനങ്ങളിൽ, മാനവരിൽ സിംഹഭാഗവും അവര് അധർമ്മകാരികളാണ്. ശരിയായ ദിശയിലൂടെ അവർ സഞ്ചരിക്കുന്നവരാകില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഭാഗം തന്നെ നമ്മൾ പറഞ്ഞു വെച്ചത്. എൻ്റെ ബാക്കിയാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അതായത് വേദക്കാരടക്കമുള്ള ആളുകൾ ചില വിഷയങ്ങളിലൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് ഈ പ്രവാചകനോടൊന്ന് ചോദിച്ചു നോക്കുക എന്താണ്. അങ്ങനെയല്ല, നമ്മൾ ഇന്നാൾ പറഞ്ഞല്ലോ, പല വിഷയങ്ങളിലും നമുക്കും അവർക്കൊക്കെ ഒരേ നിയമങ്ങൾ ഉണ്ട്. എല്ലാം ഒരുപോലെ ആവില്ല. അതായത് 2 വിഷയങ്ങളാണല്ലോ, ഒന്ന് ഫുറൂഇയായ വിഷയങ്ങൾ, ഒന്ന് ഉസൂലിയായ വിഷയങ്ങൾ. ഫുറൂഇയായ വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ കർമ്മപരമായ കാര്യങ്ങൾ, അത് ഫുറൂഇയായ കാര്യങ്ങൾ, അത് എല്ലാവർക്കും ഒരേപോലെ ആവില്ല. ഉസൂലിയായ കാര്യങ്ങൾ അത് അടിത്തറയാണ്, അത് വിശ്വാസമാണ്, അതെല്ലാവർക്കും ഒരുപോലെ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ഒന്ന് തന്നെ പറഞ്ഞിരിക്കാം. മലക്കുകളുടെ വിശ്വാസം, ജിന്നുകളുടെ വിശ്വാസം, പരലോകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഡ്യൂട്ടി, അതുപോലെ തന്നെ അസ്റായീൽ എന്ന മലക്കിൻ്റെ ഡ്യൂട്ടി, ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടത് എല്ലാ പ്രവാചകന്മാർക്കും ഉമ്മത്തിനും ഒരുപോലെ. അപ്പോൾ പിന്നവിടെ നമുക്കൊരു സംശയം വരിക, എന്താ പടച്ചോന് എല്ലാവർക്കും കർമ്മം ഒരേപോലെ ആക്കിക്കൂടായിരുന്നു? എന്താ പറയുക, പടച്ചോന് വ്യത്യസ്തമായ രൂപത്തിലാണ് ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങളാക്കിയിട്ടുള്ളത്. തീരെ പരിഷ്കാരങ്ങളും കാര്യങ്ങളും പുരോഗതിയും ഇല്ലാത്തൊരു കാലം ഇവിടെ കഴിഞ്ഞുപോയി. അങ്ങനെ ചിലർക്ക് തീരെ നിയമങ്ങൾ പഠിച്ചും കൊടുക്കാത്തതുണ്ട്. അത് ഏതുപോലെ വെച്ചാൽ, നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പ്രസവിക്കപ്പെട്ട ഉടനെ ആ കുട്ടി ബെഡിൽ മൂത്രമൊഴിക്കുന്നുണ്ടാവും. കാഷ്ടിക്കലും മൂത്രമൊഴിക്കലൊക്കെ അങ്ങനെ തന്നെ കാരണം നമ്മളൊരു വിഷയമാക്കുന്നില്ല. കാരണം ആ കുട്ടിൻ്റെ ആ പ്രായം അങ്ങനെയാണ്. കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ കുട്ടിനെ എടുക്കും. ചിലപ്പോൾ വാപ്പ അർജൻറ്റായിട്ട്
ഒക്കെ ഫ്രഷായി ഇസ്തിരിയൊക്കെ ഇട്ട് നല്ല തുണി കുപ്പായൊക്കെ എടുത്ത് കല്യാണത്തിന് പോകാൻ നേരത്തെ കുട്ടീനെ ഒന്ന് എടുത്തേ കയറാം ഒന്ന് പിടിച്ചാണ് ഈ അറിയുമ്പോൾ അതിലാണ് മൂത്രമൊഴിക്കും ചിലപ്പോൾ അറിയിട്ടാണുള്ളത് കുട്ടിക്ക്. എന്നാലോ വാപ്പാക്ക് അതിൽ പരാതി ഒന്നുമില്ല, സംഗതി ആകെ പെട്ടുക്കുന്നാലും കുട്ടീൻ്റെ അമ്മാനോട് പറയും കുട്ടിക്ക് എന്നോടാ സ്നേഹം എന്നൊക്കെ പറയും. അത് വീണത് വിദ്യയാക്കി മാറ്റും. സംഗതി നല്ല ടെൻഷൻ ഉണ്ടാവും, കാരണം ഇനി ഉപ്പായ ഇസ്തിരി ഇട്ടിട്ട് വേണം ഒന്ന് ഒരുങ്ങി പോവുകയാണ്. അപ്പോഴാണത് മൂത്രമൊഴിച്ചത്. എന്നാലും പറയുന്നത് സ്നേഹം ഉണ്ടായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെളുപ്പിക്കും. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ കുട്ടി ബെഡിൽ അതൊക്കെ ഒഴിവാക്കും. പക്ഷെ ചിലപ്പോൾ ഓഫീസ് റൂമിൽ വന്നിരുന്ന് കണ്ടൊക്കെ മൂത്രമൊഴിക്കും. അത് വേറെ ഘട്ടമാണ്. ഇനി ഓനെന്ത് ചെയ്യും? അതൊന്നും ഉണ്ടാവില്ല. മൂത്രമൊഴിക്കാനൊക്കെ ആയ ഓൻ പറയും കക്കൂസ് പോകൊക്കെ പോകും. പക്ഷെ മേലൊരു നൂല് പോലും ഇല്ലാതെ ചിലപ്പോൾ നമ്മളെ തുണി ഒന്ന് മുട്ടിൻ്റെ മേലൊക്കെ പൊന്തിയാൻ ചെയ്തറിയും. ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. അത് വേറൊരു പ്രായമാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ഇതുണ്ടാവും. അങ്ങനെ വകതിരിവായി പക്വത വന്നാലോ ഇനി അവിടുന്ന് അങ്ങോട്ട് മരണം വരെ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കും. ഇതുപോലെയാണ് മുൻകഴിഞ്ഞ സമൂഹങ്ങളിലൊക്കെ. അതിലൊക്കെ ചില അങ്ങനെയുണ്ട്. അള്ളാഹു തആല അങ്ങനെയാണ് അത് സംവിധാനിച്ചത്. അതുകൊണ്ട് അവർക്ക് പറ്റിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരു ലെവലിലെത്തി. ഇനി അന്ത്യനാൾ വരെ വേറൊന്നുമില്ല, ഒരൊറ്റ നിയമം, ഒന്നും കുറവില്ലാത്ത രൂപത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒറ്റ സമൂഹമാക്കായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ കഴിയാത്തോണ്ടൊന്നല്ല ഈ കാര്യം അള്ളാഹു ഖുർആനിൽ പറയുന്നു. അപ്പോൾ ഉസൂലിയായ കാര്യങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേപോലെ ഈ കാര്യം. ഫുറൂഇയായ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം നബി തങ്ങളോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ അവർക്കിടയിൽ വിധി പ്രഖ്യാപിക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? അള്ളാഹു എങ്ങനെയാണോ അവതരിപ്പിച്ചത് അതിനനുസരിച്ച് തന്നെ വിരിച്ചോളൂ, സത്യസന്ധമായി വിരിച്ചോളൂ. അവരെ തന്നിഷ്ടങ്ങളെ ഒരിക്കലും പിന്തുടരണ്ട. ഈ ആയത്തിന് വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അൽ ഖുലാത്തു സലാസ. ഖാലിമാരെ വിധി പ്രഖ്യാപിക്കുന്ന, ജഡ്ജ്മെന്റ് നടത്തുന്നത് അത് 3 ഇനാണ്. ഖാലിയാനി ഫിന്നാർ, അതിൽ 2 ഖാലിമാര് നരകത്തിലാണ്. വഖാലിൻ ഫിൽ ജന്ന, ഒരു ഖാലി സ്വർഗത്തിലാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ് ഖാലിൻ ഖവാ ബിഗൈരി ഹഖിൻ വഹുവ യഅലമു ഫദാക ഫിന്നാർ. ഒരാള് ഒരു വിഷയത്തിൽ സത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്ത് ചെയ്തു? വിധിച്ചു. അതങ്ങനെയല്ല വിധിക്കേണ്ടതെന്ന് അറിയാം, ഹക്കല്ല അത്. അയാൾ എന്തായിരുന്നാലും നരകത്തിലാണ്. അപ്പൊ ഖാലിൻ ഖള. വേറൊരു ഖാലി അയാള് ജഡ്ജ്മെന്റ് പ്രഖ്യാപിച്ചു, പക്ഷേ വഹുവല യഅലമു, അവനിക്കറിയില്ല, അറിയാത്തൊരു കാര്യമാണ് വിധിച്ചത്. പക്ഷേ അത് അസത്യത്തിലായിരുന്നു. ഫഅഖ്ലക ഹുഖൂഖന്നാസ്, അവൻ എന്തായി? ജനങ്ങളുടെ അവകാശത്തെ അവൻ എന്ത് ചെയ്തു? പിന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഒരാൾ ശ്രദ്ധിക്കാതെ വീഴ്ചകൊണ്ട്. ഫദാക ഫിന്നാർ, ആ ഖാലി എന്താണ്? നരകത്തിലാണ്. ആദ്യം പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് സത്യമല്ലാതെ വീഴ്ചു. രണ്ടാമത് അത് പിന്നെ ഓൻ ശ്രദ്ധിച്ചില്ല, ഓൻ അറിയൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് ജനങ്ങൾ ഹലാക്കായി. ആ ഖാദി നരകത്തിലാണ്. വഖാദിൻ, മറ്റൊരു ഖാദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഖളാ ബി ഹഖിൻ, അവന് ഹഖ് മാത്രമേ വിധിക്കുള്ളൂ. ഫദാക ഫിൽ ജന്ന, അങ്ങനെയുള്ള ഖാദിയാണ് എവിടെ? സ്വർഗത്തിൽ. അപ്പോൾ അതിലെന്ത് ചെയ്യരുത്? ഒരു വിവേചനമോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ നോക്കാതെ എന്ത് ചെയ്ത് വിധിച്ചിരുന്നത്. അതേ നിലപാടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഈ ഖലീഫമാരൊക്കെ അതേ വഴിയായിരുന്നു സ്വീകരിച്ചത്. അവിടെ വേറെ ഒന്നും നോക്കൂല. നമ്മൾ നാളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഖലീഫ പിന്നെ ഒരു ജഡ്ജിയെ വെക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു, ജഡ്ജിയെ വെക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് പിന്നെ ഒരു ജഡ്ജിയെ അല്ലെങ്കിൽ ഉള്ളുടി കളിച്ചുകൊണ്ട് വെച്ചു ഊടികോളി, അങ്ങനെ വെച്ചൊരു ജഡ്ജിക്ക് ആ പ്രധാനമന്ത്രിക്കെതിരെ വിധിക്കാൻ ചിലപ്പോൾ പേടിയ കാരണം, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു സ്നേഹം ഉണ്ടാവും. അത് അങ്ങനെയാണ്. അത് മാനുഷികമായിട്ട് എന്ത് ചെയ്യും? വന്നു പോകുന്നൊരു സംഗതിയാണ്. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരാളെ ഖാദിയാക്കാണ്. എന്നിട്ട് ആ ഖാദിന്റെ മുന്നിൽ കേസെത്താണ്.
ഒരു കക്ഷി ആരാര്യങ്ങൾ ഉമർ റളിയല്ലാഹു എല്ലാവരും എന്താ വിചാരിക്കുക, അത് എന്തായിരുന്നാലും ഇനി പടം ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാളും വിജയം വരിക. കാരണം എന്താ വെച്ചാൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫല്ലേ, ഖലീഫക്കെതിരെ പേന വയ്ക്കുക. അവിടെ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് സത്യമല്ലായിരുന്നു, അത് ശരിക്കൊരു പരീക്ഷണമായിരുന്നു. ഖാദിക്കതൊന്നും അറിയില്ല. ഖാദിന്റെ അടുത്ത് വെച്ച എവിഡൻസ് അനുസരിച്ച് വിധിച്ചു. അത് ഉമർ റളിയല്ലാഹുവിനെതിരായിരുന്നു. മേശപ്പുറത്ത് വെച്ച് തൻ്റെ മുന്നിലെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ടാണ് വിധിച്ചു. വേറിൻ്റെ അടുത്ത് വെച്ച് കാണാതിരിച്ചു. ആ വിധി പ്രസ്താവന കഴിഞ്ഞ ഉടനെ ഉമർ റളിയല്ലാഹു എഴുന്നിട്ട് വാള് നൂരിയാണ്. എല്ലാവരും കരുതിയാൽ എന്താ അറിയോ, ഇയാൾ ശരിയാക്കാനാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു പറഞ്ഞെന്താ അറിയോ, ഈ വിഷയത്തിലെങ്ങാനും ഞാൻ ഖലീഫയാണെന്ന് കരുതി എന്തെങ്കിലും ഒരു ഇളവ് തന്ന് എനിക്ക് അനുകൂലമായിട്ട് താങ്കൾ വിധിച്ചിരുന്നെങ്കിൽ ഈ വാള് താങ്കൾക്കുള്ളായിരുന്നു, വെട്ടിന്ന് ഞങ്ങളെ നോക്കി. നിങ്ങൾ അവരൊക്കെ ഒരു നീതിബോധം നോക്കണം. അതെന്ന പോലെ നിലപാട് അതിൽ യാതൊരു ഇതുമില്ല. വളരെ നീതിയോടുകൂടെ കാര്യങ്ങൾ, അവിടെ ഇതൊന്നുമില്ല. അങ്ങനെ ആയിരുന്നു. അതന്നെയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാട്. അങ്ങനെ തന്നെയായിരുന്നു. ഗുരുവാൻ തന്നെ ഭയങ്കര ശ്രദ്ധ. അങ്ങനൊന്നും കഴിയൂല കേട്ടോ. നമ്മളൊക്കെ ആലോചിക്കാൻ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയും. ഒരു വിധി പ്രസ്താവമൊക്കെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനോടനുബന്ധമായി അവരിൽ നിന്ന് ഒന്നും പറ്റൂല. പാരിതോഷികമൊന്നും പിന്നെ അല്ലെങ്കിൽ അങ്ങനെ കേട്ടോ, ഖാദിക്ക് പാരിതോഷികം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഖാദിയാണെങ്കിൽ ഏത് നമ്മളിപ്പോൾ പള്ളിക്കത്താ ഖാദിയല്ല അവിടെ ഉദ്ദേശം ഇല്ല. കേസൊക്കെ തീർക്കുമ്പോൾ അങ്ങനെയുള്ളൂ. ഇപ്പോൾ ഖാദിമാരെ ഇടപെട്ട കേസാണെങ്കിൽ ഏതെങ്കിലും അതിൽ ഒരു കക്ഷിയോട് പ്രത്യേക ഒരു ഇതുണ്ടെന്ന് തോന്നിയാൽ ഇപ്പോൾ തെറ്റിദ്ധാരണ വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് നടത്തേണ്ടവർ പാരിതോഷികങ്ങളൊന്നും സ്വീകരിക്കില്ല. കാരണം അത് അങ്ങോട്ട് ചെറിയൊരു ചായലുണ്ടോ തോന്നിപ്പോ. പിന്നെ ഇന്നൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇന്നൊന്നും നടക്കൂല ശരിക്ക്. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ചുറ്റുപാട്. അതുകൊണ്ടാണ് നമ്മൾ പലതിലും പല വിധികളും സംശയം വരുന്നത്. ഇടപെടലുകളും മറ്റുമൊക്കെ ഒക്കെ കൈകാര്യം ചെയ്യേണ്ട മനുഷ്യന്മാരെന്നല്ലേ. ഓൽക്കുണ്ടാവുമല്ല ജീവനെ പേടിയുണ്ടോ. എന്തായിരുന്നാലും ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയാണ്, എന്ത്, നിങ്ങൾ അവർക്കിടയിൽ അല്ലാഹ് ഇറക്കി തന്നതിനനുസരിച്ച് വിധിച്ചോളൂ. വലാ തത്തബിഉ അഹ്വാഅഹും, അവരെ തന്നിഷ്ടങ്ങൾക്കൊരിക്കലും പിൻപറ്റാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടതാവുകയാണ്. വഹ്ദറുഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക്, അങ്ങയിലേക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു തന്നതിൽ നിന്ന് ചിലതിനെ അതിനെ തൊട്ട് താങ്കൾ അവര് എന്ത് ചെയ്യും, വഴിതെറ്റിക്കാൻ നോക്കും. നബി തങ്ങൾ വഴി തെറ്റുന്നല്ല, അതിനുള്ള പണിയാണ് അവരെടുക്കുക. പക്ഷെ അതുകൊണ്ട് ഇത് നമ്മളോടാണ് കൂടുതൽ വിഷയം ബാധിക്കുന്നത്. അതുകൊണ്ട് അത് നല്ല ജാഗ്രത കാണിക്കണം, സൂക്ഷിക്കണം. ഇനി അവര് അങ്ങനെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് അറിഞ്ഞോളൂ നബിയെ, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത തെറ്റുകൾ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്യും, ചില പരീക്ഷണങ്ങൾ നൽകും. അല്ലാഹു തആല പറയണം അവർക്ക് മുസീബത്ത് വരും. വഇന്ന കസീറൻ മിനന്നാസി ലഫാസിഖൂൻ, മനുഷ്യരിൽ അധിക ആളുകളും എന്താണ്, ദുർനടപ്പുകാരാകുന്നു, അവർ അതിര് വിട്ടു പോകുന്ന ആളുകളാണ്. ഇവിടെ എന്താണ് അല്ലാഹു തആല അവർക്ക്, നോക്കൂ, എന്താണ് അവർക്ക് പരീക്ഷണം കൊടുക്കുക. അല്ലാഹു പറയാണ് അവര് ചെയ്ത ആ തെറ്റുകൾക്ക് അവർക്ക് തന്നെ കിട്ടുന്നതാണ്. ഖുർആനിൽ വേറെ ചില ആയത്തിലൊക്കെ പറയുന്നത് അത് ഓൽക്ക് അതുകൊണ്ട് ഫിത്ന ഉണ്ടാവുന്നതാണ്. അവിടെ ഫിത്ന പറഞ്ഞാല് കുഴപ്പമെന്നുള്ള അർത്ഥത്തിനല്ല, അല്ലാഹു തആല പരീക്ഷണം കൊടുക്കുന്നതാണ്. അത് ഖുർആന് വേറെ ചില ആയത്തിലൂടെ പറയുന്നത്. അതിന് സമാനമായ ഒരു ആയത്ത് വേറെ പറയാം. നോക്കൂ, സൂറത്ത് നൂറിലെ 63-ാമത്തെ ആയത്ത് നോക്കി, 359 ആ ഫിത്ന അവിടെയാണ് പറയുന്നത്. സൂറത്ത് നൂറ് ലാസ്റ്റ് ഭാഗം, ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ തൊട്ടും
359 പേജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. നമ്മൾ ഈ മുനാഫിക്കുകളെയും യഹൂദികളൊക്കെ കൂട്ടിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇവിടെ യഹൂദികളിൽപ്പെട്ട നസാറാക്കളിൽപ്പെട്ട വേദക്കാര് വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി നബിയുടെ അരികെ വരിക എന്നാൽ പറഞ്ഞുകൊടുത്ത പോലെ പിന്നെ ഓൽക്ക് പറ്റുമെങ്കിൽ സ്വീകരിക്കും, പറ്റാത്ത സ്വീകരിക്കൂല. ഓലെ തന്നെ ഇഷ്ടങ്ങൾ പിൻപറ്റണ്ട, ഓല് പഴപ്പിക്കാൻ നോക്കും. നീ അങ്ങനെ തെറ്റിപ്പോണ്ട ഒരു പോയിക്കോട്ടെ, ഓൽക്ക് അള്ളാന്റെ പരീക്ഷണം ഉണ്ടാവുന്നതാണ്. ഈ കാര്യം അല്ലാഹു തആല സൂറത്ത് നൂറിൽ ഇങ്ങനെ പറയുന്നത്, ലാ തജ്അലൂ ദുആഅ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ആയത്ത് പ്രയോഗത്തിന് 3 പ്രധാന അർത്ഥങ്ങളുണ്ട്. ഒന്നെന്താ അറിയോ? നിങ്ങൾ അന്യോന്യം പരസ്പരം പേര് വിളിക്കുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലും പേര് വിളിക്കരുത് ആണ് ഒന്ന്. മറ്റൊന്ന്, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ നബിയുടെ വിളിയെ നിങ്ങൾ കാണരുത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ പോരട്ടോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ആകരുത്. നബിയുടെ വിളി നിങ്ങൾ അങ്ങനെ കാണരുത്. വിളിച്ചാൽ ഉടനെ ഉത്തരം കൊടുക്കണം. ആദ്യം പറഞ്ഞതോ, നിങ്ങൾ അന്യോന്യം വിളിക്കുന്ന പോലെ നബിയെ വിളിക്കരുത്. അതാണ് അല്ലാഹു തആല ഒരിക്കലും എന്ത് വിളിച്ചില്ല, യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. എല്ലായിടത്തും യാ അയ്യുഹൻ നബി, പിന്നെ യാ അയ്യുഹർ റസൂൽ 2 വട്ടം മാഇദയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂറത്ത് അങ്ങനെ വിളിക്കണുള്ളൂ. പിന്നെ പരിചയപ്പെടുത്തുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാണ്ട് പരിചയപ്പെടുത്തണം. അല്ലാതെ എന്തില്ല, വിളിക്കണില്ല. ആ പേര് വിളിക്കരുതെന്നാണ്. ഇനി മൂന്നാമത്തെ അർത്ഥം, നിങ്ങളെ ദുആ പോലെ, നിങ്ങൾ അന്യോന്യം ഒക്കെ ദ്വാരക്കലില്ലേ, ആ ദുആ പോലെ മുത്തുനബിയുടെ ദുആയെ നിങ്ങൾ കാണണ്ടട്ടോ. നബി ദ്വാരുന്നാല് നിങ്ങൾ ദ്വാരക്കും പോലെ ആവൂല. ആ ശ്രദ്ധിച്ചോണ്ടിരുന്നു. നമ്മളുണ്ടല്ലോ, നമ്മളൊക്കെ ആരെങ്കിലൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു മദ്ലൂമിന്റെ ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നതാണ് ളാലിമിനെതിരെ. പക്ഷെ ആ ളുൽമ് നബിയോടാവുമ്പോൾ അങ്ങനെ ആവൂല. പല നിലക്കും അതിനർത്ഥം വരും. എന്നിട്ട് വിഷയം എന്താ? ശേഷമല്ല പറയുന്നു, ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദാ. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഊരിപ്പോകുന്ന ആളുകൾ, മറ്റൊരാളുടെ മറ പിൻപറ്റി ഊരിപ്പോകുന്ന ആളുകളെ പറ്റി അള്ളാഹു ശരിക്കറിയുന്നുണ്ട്. ഫലിയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, ആ കൽപ്പനയെ ലംഘിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കട്ടെ. എന്ത്? അൻ തുസീബഹും ഫിത്ന. അവർക്ക് ഫിത്ന വരും, അവർക്ക് മഹാപരീക്ഷണം വരും. ഔ യുസീബഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷ വരും. ഇവിടെ യഹൂദികളെ പറ്റി പറഞ്ഞതുപോലെ ഈ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ, എന്തിനൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിധങ്ങൾ വിളിച്ചാൽ ഒരു വരൂട്ടോ. പക്ഷേ റിസ്ക് ഉള്ള കാര്യമാണെങ്കിൽ ഓരെന്ത് ചെയ്യുന്നറിയോ, ഇവര് ആരെങ്കിലൊക്കെ ബാക്കിൽ കണക്കാക്കിയിരിക്കും. എന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ തവള ചാടും പോലെ ബാക്കിൽ ചാടുമല്ലോ. എന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നീങ്ങി 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 വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ട് വെല്ലണം പോകും. അതാണ് ഊരി പോകാറില്ല. നീ കണ്ടാൻ വിധങ്ങൾ അവിടെ ഇരിക്കേ എന്നിട്ട് പറയുമെന്ന് പേടിച്ചിട്ട് അതുണ്ടല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ചിലപ്പോൾ ചില ഉസ്താദ്മാർ ഭയങ്കര സ്ട്രോങ് ആയി കാരണം. അപ്പോൾ ചിലരെന്ത് ചെയ്യും, കുരച്ചുകാണ്ടൊക്കെ പോകും. അപ്പോൾ ഉസ്താദ് ഇരുന്ന് തുപ്പാൻ പോകാന്നാണ്. പിന്നെ കാണൂല, തുപ്പാനൊക്കെ ഉണ്ടാക്കിക്കാണ്ടാണ് പോകും. ഉണ്ടല്ലോ അങ്ങനെ. അത് ചിലപ്പോൾ കാര്യത്തിൽ പഠിച്ചു. ചില ഉസ്താദ്മാർ തീരെ മഴ ഉണ്ടാവില്ലേ, ചീത്ത അറിയും. ഞങ്ങളുണ്ടായിരുന്നു ഉസ്താദ്, ഇവർ പ്രസംഗിക്കാൻ നിന്ന് ആരും പോകരുത് എന്നാണ്. അന്നത്തെ സെക്രട്ടറി മൂപ്പരെ മോള് പ്രസവത്തിന് ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അപ്പം ഇനി ചീത്ത രണ്ടായിരത്തിയാണ്ട് ജുമ കഴിഞ്ഞ ഉസ്താദ് ഞാൻ ഉടനെ പോകും, മോള് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മൂപ്പര് ആയിക്കോട്ടെ എന്നും പറഞ്ഞു.
പ്രസംഗിക്കാൻ എന്നിട്ട് മൂപ്പര് പറഞ്ഞു, സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഇവിടെ 10 മിനിറ്റിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴത്തേന് അവിടെ പറയാതൊക്കെ എന്നൊക്കെ ചോദിച്ചു. മോശമായി പറഞ്ഞു തന്നെ ഇവിടെ. അത് തീരെ മയലിലേറ്റാണ്, അങ്ങനെ ചെയ്യരുത്. റസൂൽ അത്രയല്ലേ, റസൂലാവൂലേ? അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നതിന് പുറത്തിറങ്ങി കണ്ടൊന്നിങ്ങനെ നോക്കി ഉസ്താദിനെ ചൂടാക്കാൻ വേണ്ടി. അതിൽ ഉസ്താദ് ചൂടാവും, കണ്ടറിഞ്ഞാൽ മതി, അതിനൊന്നും നിൽക്കണ്ട വെച്ചാൽ മതി അല്ലേ? അതൊക്കെ വെറുതെയാണ്, കാലം അങ്ങനല്ലേ. അപ്പോൾ പിന്നെ ചിലരങ്ങനെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം. കാരണം ഖുർആനൊക്കെ പറയുമ്പോൾ, ഒരായത്തോതിയൊക്കെ പറയുമ്പോൾ അതിനെ അവഗണിച്ച് പോകുക എന്നാൽ ഇമാമുണ്ട കാര്യമാണ്, അത് വേറെ. അപ്പോൾ ഇവിടെ നബിതങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, ഖന്തക്ക് ഖന്തക്ക് യുദ്ധം ഉണ്ടല്ലോ, അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി എല്ലാവരും. അങ്ങനെ കൂടി എല്ലാവരും കൂടി ചർച്ച ഇങ്ങനെ മുറുകിയപ്പോൾ അങ്ങനെ കിടങ്ങൊഴിക്കാനാണ് തീരുമാനമായത്. അതിൽ ഈ പറയപ്പെട്ട ആൾക്കാർ വല്ല നീങ്ങാൻ തുടങ്ങി. കാരണം ഇനിയിപ്പോൾ എന്താവും അറിയോ, നബി സ്കോഡാക്കിയാണ്, ഓരോ ടീം ഓരോ ടീം. അപ്പോൾ അതിൽ പെട്ടാതെ ഇത് കളക്കേണ്ടി വരും. കുതിര ചാടി അങ്ങോട്ട് എത്തരുത്. അപ്പോൾ അത്യാവശ്യം പണി ഉണ്ടാവും. അത് ഇന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പിരിവിട്ടാണ് JCB 4 ആയിക്കോട്ടെ എന്നറിയാം, എളുപ്പമാണ് മാന്തി ലെവലാക്കാൻ. ഒന്നുമില്ലല്ലോ, കൈയോണ്ട് കൈപ്പണി വേണം. അപ്പോൾ ഇവർ വല്ലാണ് അള്ളാഹു താല പറയണം. അങ്ങനെ ആ ഊരിപ്പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അള്ളാഹിന്റെ തിരുദൂതരുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഓല് സൂക്ഷിക്കട്ടെ, ഫിത്ന ഉണ്ടാവുന്നതാണ്. അവിടെ ഫിത്നക്ക് അതന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കുഴപ്പമെന്നല്ല. അതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്ന ഫിത്ന കൊണ്ട് ഉദ്ദേശം മെഹനത്തും ഫിത്ന. നല്ല കേട്ടോളി കേട്ടോ, ശ്രദ്ധിച്ചോളി. ഇസ്ലാമികമായ നിയമങ്ങൾ അതിനെതിരെ തിരിഞ്ഞാൽ എല്ലാവർക്കുള്ള വരാൻ പോകുന്നൊരു സംഗതി. ഒന്ന്, മെഹനത്തും ഫി ദുനിയ, ദുനിയാവിൽ അല്ലാഹു തആല ഓൻക്കൊരു പരീക്ഷണം കൊടുക്കും. ഫിൽ ബദനി ഔ ഫിൽ മാലി ഔ ഫിൽ വലദ്. ഒന്നെങ്കിൽ അവൻ്റെ ശരീരത്തിനേകാരം, അല്ലെങ്കിൽ അവൻ്റെ ധനത്തിനേകാരം, അല്ലെങ്കിൽ കുട്ടികളിലേക്കാരം. കൽ മറളി വൽ ഖത്ലി വൽ ഹലാക്കി. അത് ശരീരത്തിന് തന്ന രോഗേകാരം, അതുപോലെ തന്നെ ധനത്തിന് തന്ന അത് എന്തേക്കാരം ഹലാക്ക്. ധനത്തിന് എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കുക, ഹലാക്കാകുക. അതുപോലെ തന്നെ ശരീരത്തിന് മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൊലപാതകം. മാത്രല്ല മറ്റൊന്ന് അതിന്റെ തഫ്സീൽ കാണുന്നത് വത്തസല്ലുത്തി സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾക്ക് കീഴ്പ്പെടേണ്ട ഒരവസ്ഥ വരും. ഭരണാധികാരികൾ നമ്മളെ ജയിക്കും, അത് ജയിക്കും. ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുന്ന പ്രശ്നം ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുക, ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു കഴിഞ്ഞ ആഴ്ച. ആലോചിച്ച് നോക്കൂ, ജ്യേഷ്ഠന് അനിയനെ കുത്തിക്കൊല്ല. ആ വാപ്പാക്ക് ആകെ 2 മക്കളാണ്. ഫലത്തിൽ 2 മക്കളും പോയി. ഒന്ന് മരിച്ചും പോയി, ഒന്ന് ജയിലിലും പോയി. ആലോചിച്ച് നോക്കുമ്പോൾ എന്താ പറയുക, അത് വെറുതെ ഒന്നല്ല, ലഹരിയുടെ ഉപയോഗമാണ് പ്രശ്നം. ലഹരി ഉപയോഗിക്കേണ്ട നല്ല ഉപയോഗിക്കും. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ഒപ്പം നടക്കുന്നതാണ്. ജ്യേഷ്ഠനഞ്ജന തോന്നൂല, ഒരേ വൈക്കുമ്പിലൊക്കെ പോകാൻ. പക്ഷെ ഒരുത്തം നല്ലോ കൊല്ലപ്പെട്ട ആൾ നല്ലോ കടണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കൊല്ലണമെങ്കിൽ, അങ്ങനെ കഴുത്തിറക്കണമെങ്കിൽ മനുഷ്യന് സാധിക്കൂല. ലഹരി ഉപയോഗിച്ച് വെട്ടിയാണ് ഒന്നും കാണാൻ വയ്യ. അവസാനം കട ഏറ്റെടുക്കാൻ ആളില്ലാതെ എൻ്റെ അനുഭവത്തിൽ ഏറ്റെടുക്കില്ല. എത്രയേറെ വെയിറ്റ് ചെയ്യാം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മക്കളൊക്കെ ആൺകുട്ടികളൊക്കെ ഉണ്ടാകും, വലിയ പ്രതീക്ഷയ്ക്കാരം. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആളുകൾ ഈ നല്ല രീതിയിലല്ലാതെ സമ്പാദിക്കാൻ ശ്രമിക്കും. ഹലാലായ വഴി വിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ട കച്ചവടം, കൃഷി, ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അതിൽ ലാഭത്തിനൊന്നൊരു കണക്ക് കൃത്യം പറയാത്തത് കൊണ്ട് അതൊക്കെ എടുക്കാം ലാഭം. അതിനെ അനുസരിച്ച് ഓരോ വിഷയത്തിനനുസരിച്ച് അതിൻ്റെ ചെലവിനനുസരിച്ച് ഒക്കെ ലാഭമെടുക്കാൻ ഇസ്ലാം അനുവദിച്ചു. അങ്ങനെയുള്ള പണികൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇന്ന് ആളുകൾ വേഗത്തിൽ പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴിയാണ് നോക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താ ഉള്ളതൊക്കെ നഷ്ടപ്പെടുക. ആ വളയം വിട്ട് ചാടുമ്പോൾ അങ്ങനെയാണ്. ഒരു പേടി ബേജാറും വേണ്ട. ഇനി ഞാനൊരു വാപ്പൻ്റെ അടുത്തുന്നേ,
മകളൊരാളൊപ്പം പോയതാണ്. കോടികളുടെ ആസ്തിയുള്ള ആളാണ്. ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെങ്കിലും ഹലാലാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അത്രക്കും തറയണം. ഒരട്ടം പോയി അങ്ങനെ പോലീസ് എന്ത് ചെയ്തു, പൊക്കി കൊടുന്ന്. പോലീസൊക്കെ എല്ലാം വനിതാ പോലീസ് കണക്ക് ആ കുട്ടിക്ക് ഉപദേശം കൊടുത്തു. നിയമക്കാട് അങ്ങനെ നിന്നോട്ടെ, 19 രൂപ ആയ നിങ്ങളെ സൗകര്യം പോലെ ആകാം, പക്ഷെ മോളെ അങ്ങനെ നല്ല കാര്യം ശരിക്കും പോലീസ് ഓഫീസർമാർ പറഞ്ഞ് കേട്ടില്ല. ഈ വാപ്പ മിഞ്ഞാന്ന് എന്നോട് പറയണേ, ഈ കുട്ടി പറയണമല്ലോ, പറഞ്ഞ പോലെ ഇനിയിപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും, എന്നാൽ ഞാൻ കെട്ടിച്ചു കൊടുക്കാം. ഞാൻ കെട്ടിച്ചു തരില്ല കേട്ടോ, നിക്കായി ഞാൻ ചെയ്തു തരില്ല, മുതൽ കണ്ടതിന് നിൽക്കണ്ട. ഈ കുട്ടി പറയണത്രേ, അതിനാണ് ഇന്ത്യ രാജ്യത്തൊരു നിയമമുള്ളത്. ഓള് പറയാ, വാപ്പനോട് അറിയണ്ടേ, ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ട്, എന്തെങ്ങൾക്കറിയോ, രജിസ്റ്റർ വിവാഹം. ഞങ്ങളങ്ങനെ ചോദിച്ചോണ്ട് പോട്ടെ എന്നയാള് ആലോചിച്ചു. കുട്ടികളൊക്കെ ഒരു ധാർഷ്ട്യം നോക്കണം. അത് എത്ര ഉണ്ടാവുക പോക്ക്, ഒപ്പം ഒഴിവാക്കും. ഇപ്പൊ ഏഷ്യാനെറ്റുകാർക്ക് പരിപാടി ഉണ്ട്, എല്ലാ ക്യാമ്പസുകളിലൊക്കെ പോയി. അല്ലെങ്കിൽ ഈ നോള പെൺകുട്ടികളുണ്ട്, ഒരു കഥയില്ലാത്ത പെരിയെന്ന് വന്ന ഇസ്ലാമിക ചുറ്റുപാടില്ലാത്ത ആ കുട്ടികളെ മൈക്കിന് കാത്തുകയാണ്. നല്ല കുട്ടികളൊന്നും അതിന് നിൽക്കൂല. ഈ മാഞ്ഞാളത്തിന് പോയി പണി നോക്കാൻ പറയും. കോടിക്കണക്കിന് ആൾക്കാർ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാണുള്ളല്ലോ. അപ്പൊ ഒരു കുട്ടി പറഞ്ഞെന്താ, ഒരു മുസ്ലിം പെൺകുട്ടി 4 മുടി കാട്ടിയാൽ തട്ടിട്ടിട്ടില്ലെങ്കിൽ വിശ്വാസം പോകുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം പോയിക്കോട്ടെയാണ്. എന്തോ ഒരു കയ്യോട്ടലറിയാം അപ്പുള്ളവര്. ഏഷ്യാനെറ്റുകാർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ. അപ്പൊ മറ്റേ കുട്ടി കാത്തിക്കുകയാണ്, എനിക്കൊന്ന് മൈക്കിട്ടെങ്കിൽ. ഭയങ്കര കത്തിയക്കര്. ഇവലെ വിചാരം എന്താ അറിയോ, ഇസ്ലാം വന്ന ഇവലിങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുകയാണ്. ഇവലക്കർ മാറിയപ്പോൾ ആകെ വള്ളത്തിലാവുന്നുള്ളതാണ്. എവിടെ അല്ലാഹു തആല ഒരു ഖുദ്സിയ ഹദീസിൽ പറയുന്നുണ്ട്, 2 ആളെ പറയുന്നുണ്ട്. ഒന്ന്, ലോകത്തെ ഏറ്റവും അധികം തഖ്വയുള്ള ആളാ അല്ലാഹ് പറയാ, അതാരാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് ഏറ്റവും വൃത്തികെട്ട ആളാണ്, അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. രണ്ടും 2 തലാണ്. എന്നിട്ട് ഖുദ്സിയ ഹദീസിൽ പറയുന്നത് എന്താ? ലൗ അന്ന അവലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലുള്ള മനുഷ്യന്മാരും ജിന്നുകളും ആദ്യക്കാരും അവസാനക്കാരും, അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും ഏറ്റവും അധികം തഖ്വയുള്ള മുഹമ്മദ് നബിയെ പോലനായി. നബിയുടെ പേരവിടെ പറഞ്ഞില്ല, ഏറ്റവും അധികം തഖ്വയുള്ള ആള് നബിയാണ് ഉദ്ദേശം. എന്നിട്ട് അല്ലാഹ് പറയണ്ടെന്നറിയോ, അതുകൊണ്ട് അത് എന്റെ ആധിപത്യത്തിൽ ഒരു വർധനവും നൽകുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകം നേട്ടമൊന്നുമില്ല. നിങ്ങളെല്ലാവരും നന്നായി എന്നുള്ളതുകൊണ്ട് ഒന്നുമില്ല. പിന്നെ പറയുന്നതോ, നിങ്ങളെല്ലാവരും ആദ്യക്കാരും അവസാനക്കാരും ഏറ്റവും വൃത്തികെട്ട പിശാചിനെ പോലെ ആയാൽ എന്റെ ആധിപത്യത്തിൽ കുറവും വരുത്തുന്നില്ല. ഇവിടെ ഇപ്പൊ 2 മക്കള് ഈ പ്രശ്നം വന്നപ്പോ ആ മാതാപിതാക്കൾക്ക് നഷ്ടം തന്നെയാണ് അല്ലെ. അഫാൻ എന്ന് പറഞ്ഞൊരു ചെക്കൻ കുറെ ആൾക്കാരെ കൊന്നു, മുത്തമാനൊക്കെ അടക്കം കൊന്നു, അനിയനൊക്കെ അടക്കം കൊന്നു. അത് ആ മാതാപിതാക്കൾക്ക് നഷ്ടം തന്നെയാണ്. 10 മക്കളുള്ള ഒരാളുടെ ഒരു മകന് അത് സെൻട്രൽ ജയിലിലാണെങ്കിൽ, കൊലപാതകത്തിലോ അല്ലെങ്കിൽ പോക്സോ കേസിലൊക്കെ പിടിക്കപ്പെട്ടാണെങ്കിൽ ആ കുടുംബത്തിന് ക്ഷീണം തന്നെയാണ്. ലോകത്തുള്ള എല്ലാവരും മോശമായാൽ അള്ളാഹുനിക്കൊന്നുമില്ല, പടച്ചവൻ പറയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ നന്നായി നിങ്ങൾക്കാണ് അതിൻ്റെ നന്മ, നിങ്ങൾ കേടുന്ന നിങ്ങൾക്ക് അതിൻ്റെ കോട്ടും നിങ്ങൾക്ക് തന്നെയാണെന്നാണ്. കമന്റ് ബോക്സിലൊക്കെയാണ് കയറിയ ഈ കുട്ടികളിത് പറയുമ്പോൾ, ഇനിയിപ്പോൾ പൗരോഹിത്യം ഇവിടെ നടക്കില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ ഒരു കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ഏതാ ഈ കാര്യം? തട്ടിട്ടിട്ടില്ലെങ്കിൽ വിശ്വാസം പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു പെൺകുട്ടി പറയാണ്. ഒന്നും ഇവിടെ വരാനില്ല, പക്ഷേ അങ്ങനത്തെ ഒരു പെൺകുട്ടി നമുക്കുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പൊ ആ മാതാപിതാക്കൾ ചിലപ്പോൾ എന്താ പറയാ, ഓള് പറയണേട്ടില്ല, നിങ്ങൾ എന്താ ഓളെ ധൈര്യം അല്ലേ, അത് വെക്കും. എന്താ ഓള് പറയണില്ല, നിങ്ങൾ ഓളെ ധൈര്യം വിളിച്ചിങ്ങനെ ചോദിക്കല്ലേ കുടുംബക്കാരൊക്കെ. കേട്ടുട്ടോ, ഞാൻ കേട്ടുട്ടോ, എന്നെ സമ്മതിക്കണം. അത് സമ്മതിക്കണം. കാണാ, കുറച്ചെണ്ണം കഴിഞ്ഞാൽ കാണാ ഈ ഓക്കും വമ്പും ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം വന്നാല് ഇപ്പൊ ഈ ആയത്തിന്റെ വിഷയത്തിനെ കുറിച്ച് പറയണെന്താ, ഇങ്ങനെ കാട്ടിയാൽ ചിലപ്പോൾ മെഹനത്ത് വരും, അത് ചിലപ്പോൾ രോഗീകരം. അങ്ങനെയൊക്കെ വരുമ്പോ അള്ളാന്നൊക്കെ അങ്ങനെ ഓർക്കും. ഉമ്മയും വേണ്ടി വരും, വാപ്പിയും വേണ്ടി വരും. പാരൻസിന് എന്തൊക്കെയാ ഇവര് പറയണ്ട അറിയങ്ങള്? ഉമ്മാനെയും വാപ്പാനെയും പരിഹസിക്കുക കുട്ടികള് ഈ ചാനലുകാരുടെ മുന്നിൽ.
വാപ്പിമിയൊക്കെ വലിയ പോരായ്മയാണ് ഓൽക്കിപ്പോഴേ വലിയ വിദ്യാഭ്യാസമുള്ള ടീമല്ലേ. എന്നാൽ അതേ സമയത്ത് നിറകുടം തുളുമ്പൂലാണ് നല്ല കുട്ടികൾ, നല്ല പെൺകുട്ടികൾ. ഓൽക്ക് ആ വീട്ടിൽ നിന്ന് ആ ഒരു ഇതൊക്കെ കിട്ടിക്കും. അപ്പോൾ ആ തറവാടിത്തോല് കാണിക്കും. തറവാടിത്തില്ലാത്തതുകൊണ്ടാണിത്, അസല് ശരിയല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയൂല, നോള വർത്താനല്ലേ. സ്വന്തം മതത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അവഹേളിക്കുക, ഏത് പുരോഗതിയുടെ പേരിലും. എന്താ പറയുക, നിങ്ങൾ അസല് ശരിയല്ല. അതുകൊണ്ടാണ് അല്ലാത്ത കുട്ടികൾ ഈ ജാതി മാഞ്ഞാളെ ഭാഗം ശ്രദ്ധിക്കൂല. നിരർത്ഥകമായ ഇത്തരം കാര്യങ്ങൾ വിവരദോഷികൾ പറയുമ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ഫുർഖാനിൽ, ഖാലൂ സലാമ, അതിനോട് സലാം പറയുന്നതാണ്. അസ്സലാം, ആ ഭാഗം ശ്രദ്ധിക്കാതെ പോകുന്ന. അങ്ങനെയാണ് നമ്മൾ ബഹുഭൂരിപക്ഷ കുട്ടികളെയും കാണുന്നത്. പക്ഷെ ഒറ്റപ്പെട്ട ചില കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ കാസർഗോഡ് ഒരു സംഗീത വിരുന്നിന് പെണ്ണുങ്ങൾ എഴുതണ്ടില്ല, നിങ്ങൾ 10,000 പെണ്ണുങ്ങൾ. അവസാനം ഉൾക്കൊള്ളാൻ കഴിയേറ്റും മലപ്പുറം ജില്ലയിലെ പോലീസ് മേധാവി നേരിട്ട് സ്റ്റേജിൽ വന്നിട്ട് പിരിഞ്ഞോണെന്ന് പറയേണ്ടി വന്നു. കട്ടക്കാരുണ്ടാവും നേരിട്ട്. തമിഴ്നാട്ടിലുണ്ടില്ലേ ആ വിജയ് വന്നപ്പോൾ തിക്കിലും തിരക്കിലും വെട്ട് മരിച്ച് അതേമാതിരി. എന്താ ഒന്നുമില്ല സഹോദര, ഒന്നുമില്ല. സംഗീത വിരുന്ന് പറഞ്ഞിട്ട് ഒന്നും അവിടെ നടക്കുന്നില്ല. എന്താ ചെയ്യാ? അതിൽ പർദ്ദട്ട പെണ്ണുങ്ങൾ, ഹിജാബിട്ട പെണ്ണുങ്ങൾ, എവിടുക്ക അവരൊക്കെ പോകണാവോ. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്തായത് നിങ്ങൾ, കുറേ പെണ്ണുങ്ങൾക്ക് അഡിക്റ്റ് ചെയ്യണം പോലീസുകാരെ. നന്നായി, അത് പോലീസുകാരോട് ഇഷ്ടം തോന്നി, നന്നായി കിട്ടണം. PT ഉഷനെ വെല്ലുന്ന രൂപത്തിലെ പാടത്തു കൂടി പെണ്ണുങ്ങൾ വണ്ടിട്ടുണ്ട്. അത് അതിച്ചാൽ പാടത്തേക്കാണ് പൊന്തിച്ചു പിടിച്ചും വണ്ടുണ്ട്. ഒരു പാട്ടിൻ്റെ പൂതിയാണ് നല്ലത് കിട്ടണം. 4 ദിവസം കടന്നാലും വേണ്ടില്ല, എന്നാലേ ഈ ജാതി തോൽച്ചിയാൾ ഇത് നിർത്തുള്ളൂ. ഇസ്ലാമിനെ അല്ലെങ്കിൽ ഉള്ളിൽ വേഷം ഒഴിവാക്കിയാൽ മതി. എന്താ ചെയ്യുക? ഒരു മുസ്ലിം പെണ്ണ് വേടനെ കെട്ടിപ്പിടിക്കുകയാണ് സ്റ്റേജിൽ കയറിയിട്ട്. അതിൽ അഭിമാനിക്കണം ആ ഫാമിലി. എവിടെ എത്തി കാര്യങ്ങൾ? എവിടെ എത്തി? ഇപ്പം ഒന്നൊരു കുടിരിക്കലെടുത്താണെങ്കിൽ, മകളെ കുടിരിക്കലാണെങ്കിൽ മകള് പറയാണ് ഇന്ന വ്ളോഗർ വേണം ഗൃഹപ്രവേശത്തിന്. എന്നിട്ട് പിന്നെ കൊണ്ടുവരിക ഏതെങ്കിലും കോമഡിക്കാരനെ കാരണം ഉസർമൂലിയില്ലാത്ത, എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ. ഇതിനൊക്കെ നമ്മൾ മാതാപിതാക്കൾ ഇന്നോർക്കാൻ പാടുണ്ടോ? അവളോട് ചോദിക്കുക, ആരാ ഈ വ്ളോഗർ? എൻ്റെ ആരാ? എൻ്റെ വാപ്പയാനാ? ഇതാരാന്ന് ചോദിക്കണം. ചെറിക്ക് 2 കൊടുക്കുക. അവൾ കുടിയിരിക്കണ്ട ചോട്ടെ. ഇത് നമ്മളെന്തിനാ അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടത്? എന്നിട്ട് ഇവർ വന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക, ഓളപ്പുറത്തൊക്കെ നിന്നുകണ്ടേ. എന്നിട്ട് നമ്മളിതിനൊക്കെ നമ്മളിങ്ങനെ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ. ഇപ്പം ആ കട്ടിൽ വേണം കേട്ടോ, ഇപ്പം ഇങ്ങനത്തെ മിക്സി കേട്ടോ, ഇപ്പം അങ്ങനത്തെ സാധനം നമ്മളിത് ഇങ്ങനെ ഇറക്കാനുള്ള ആൾക്കാർ. ഒരു സാധനം വാങ്ങി കൊടുക്കണ്ടാണ്. എന്തിനാ അത് ജാതി മാഞ്ഞാളം നിന്നൊടുക്കരുത് സഹോദരൻ. നമ്മളവിടെയൊക്കെ ശരിക്കും എന്താണെന്നറിയോ, രക്ഷിതാവിൻ്റെ റോളാണ് നിർവഹിക്കണം. ഈ തമ്മാടിത്തരം നിൽക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫാമിലിയിൽ നിന്നൊക്കെ നമ്മളിത് കാണേണ്ടത്. ഓർക്ക് നല്ല കാശ് കൊടുത്തിട്ട് അവരെ കൊണ്ടുവരണ്ടേ. അതോടുകൂടെ അതിൻ്റെ ബർക്കത്തൊക്കെ പോയില്ല. കല്യാണമാണെങ്കിലും ഗൃഹപ്രവേശമാണെങ്കിലും ഇവരെ കൊടുന്ന് കാണണ്ടേ നമ്മൾ. ഇങ്ങോട്ട് ഓലപ്പ് നിന്ന് ഫോട്ടോ എടുക്കുക. ഫാൻസാണ് അത്ര, ആരാധനയാണ്. ഇവർക്ക് എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. അതാ രസം. മനുഷ്യന്മാർക്ക് പരസ്പരം ഇരുന്ന് കാണാൻ പറ്റാത്ത കോമഡിയിലും ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ്, പഠിക്കാൻ എന്തേലും. അതുമില്ല. അങ്ങനെയുള്ളത് സംസ്കാരമില്ലാത്ത വെറും സെക്സും കാര്യങ്ങളും പറയണ്ടാവില്ല ഇവരൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ നാശത്തിൻ്റെ തുടക്കമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ സംഗീത വിരുന്ന് എന്നൊക്കെ പറഞ്ഞാണ്ടേ ഒന്നുമില്ല. പാട്ടൊക്കെ നമുക്ക് ഇസ്ലാം അനുവദിക്കാത്തൊക്കെ ഉണ്ട്. പിന്നെ പാട്ടിനെ പറ്റി ഖുർആൻ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു അപ്പോൾ അതിനൊരു തീരുമാനം ആയില്ലേച്ചു നബിനോട്, ഈ പാടണ്ടല്ലോ. അതിലെന്താ പറഞ്ഞത്? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഅബേ ജിഹാദ് വാളോണ്ട് മാത്രമല്ല നാവോണ്ടിട്ട് നിങ്ങൾ പാടിക്കൊള്ളിയാണ്. പാട്ടാവശ്യമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുദൈവ വിശ്വാസികൾ ഇസ്ലാമിനെ വളരെ കൊച്ചാക്കിയിട്ട് പാട്ട് പാടിയപ്പോൾ നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ച് പാടിക്കൊള്ളിയാണ്. കൊടുക്കാൻ അവസരം ഒരുക്കി. അത് നേരം വേർതിരിച്ച് കാണിച്ചു ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്ത. ഷുറാ സൂറത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ നല്ല ഒരു നിലപാട്, കണിശമായൊരു നിലപാട് നമുക്ക് അതിൽ വേണം. അതിൻ്റെ ഓരോരുത്തരും ഐഡിയ പൂർവ്വം ചെയ്താൽ മതി. കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുക. ഞാൻ ചെറിക്കൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒന്നും കരുതണ്ട. ഞാൻ ആ ഗൗരവം കൊണ്ട് പറഞ്ഞാണ്. കൊടുക്കണ്ടാണെങ്കിൽ കൊടുക്കും വേണം, പറഞ്ഞ കേൾക്കുന്നില്ല. അതിന് വരേണ്ടി വരും. തീരെ ഒരു ഇതില്ലേ, ഒരു
നിലവാരം വേണ്ടേ? ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വേണ്ടിവരും. കാരണം അത്രക്കും പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് ചിലര് തെറിച്ചു പോകുന്നത് കാരണം ഓൽക്കൊക്കെ ഇവരൊക്കെ വിചാരം എന്താ വെച്ചാൽ എന്നാലും നമ്മളെ പൂർവികരുടെ ചരിത്രമൊക്കെ ആലോചിച്ച് നോക്കി അവരൊക്കെ എത്ര ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ ഉമ്മാരോടൊക്കെ പ്രത്യേകം പറയണം, എനിക്കെപ്പോഴും അതിൽ വലിയൊരു സംഗതിയായിട്ട് തോന്നുന്ന ആണുങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്ന ആരെയാണ് ഞങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലുണ്ടാവില്ല. ഓരോന്നും കയറി കഴിഞ്ഞാൽ സുഹൈബ് റളിയല്ലാഹു അൻഹു മൂപ്പരെ പറ്റി ഖുർആൻ നേരെ ആയത്തിറങ്ങിയതാണ്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാതില്ലാഹ്. സർട്ടിഫിക്കറ്റ് കൊടുക്കണമല്ലോ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അത് മൂപ്പരക്കാരനെ ഇറങ്ങുന്നത്. യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാതില്ലാഹ്, അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ തന്നെ അവർ വിറ്റു. എന്താ അതിന്റെ ഉദ്ദേശം? അദ്ദേഹത്തിന് കുറച്ച് ചെറിയൊരു കച്ചവട സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാമിന് രാജിവെക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വെക്കൂലാർന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഞാൻ എൻ്റെ ഇതായിട്ട് പോയിക്കോളാം. സാധനങ്ങൾ വാങ്ങൂലായിരുന്നു. ആയിക്കോട്ടെയായിരുന്നു ബഹിഷ്കരണം. പിന്നെ അതൊന്നും കാര്യമില്ലാന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു സാധനം പിടിച്ചടക്കും തന്നു. അല്ലാതെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ കച്ചവട വസ്തുക്കൾ നിങ്ങൾ എടുത്തോളി, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക, അത് മാത്രമല്ല ഞാൻ ഇന്നെ തന്നെ തരാം, ഇന്നെടുത്തോളി. അതായത് വാളോണ്ട് നിങ്ങൾ കഷ്ണം കഷ്ണാക്കും, അത്രയല്ലേ ഉള്ളൂ, ചെയ്തോളിയാ. അതിലൊരു തോറ്റു. അതിനാണ് പറയുന്നത് ശരീരം തന്നെ റബ്ബിന്റെ മാർഗത്തിൽ വിറ്റവരുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു അറിയാം. അതേപോലെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വലിയൊരു സംഭവം ചരിത്രം സൃഷ്ടിച്ച സഹോദരിമാരൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേ പെണ്ണുങ്ങളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു കൊടുക്കുക. റംല ബീവിനെ പറഞ്ഞു കൊടുത്താണ്. റംല ബീവി ആരമോള? അബൂ സുഫിയാൻ. അന്ന് ഭയങ്കര വിരോധിയാണ്. അവരുടെ ഭർത്താവാണ് ഉബൈദുള്ള. ഇവർ രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചു. റംല ബീവിനെ നമ്മൾ കേൾക്കൽ എങ്ങനെയാ? ഉമ്മു ഹബീബ. ഓൽക്കുണ്ടായ കുട്ടിയാണ് ഹബീബ. അറബിയാളെ സ്വഭാവമാണ്. പിന്നെ ആ പേരുകളെ ചേർത്തിട്ട് പറയും. പിന്നെ അബുൽ ഖാസിം നബിക്ക് പേരാണ്, ഖാസിമിന്റെ അപ്പ, ഖാസിം എന്നുള്ള കുട്ടി ആ പേര്. എന്നമാർക്ക് ഉമ്മു ഹബീബാണ് ഹബീബാന്റെ അമ്മ. പിന്നെ അങ്ങനെ ആയി പേര്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭയങ്കര പ്രശ്നമായി. വാപ്പിമ്യന്നെ അവരാക്രമിക്കുകയാണ്, മർദ്ദിക്കുകയാണ് കുടുംബക്കാർ. ഗത്യന്തരമില്ല വന്നപ്പോൾ നബിതങ്ങൾ ഓലെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് വിട്ടോളിയാണ്, ഇവിടുന്ന് കാര്യമില്ല. കാരണം കുടുംബം തന്നെ എതിരയിക്കണം. അപ്പോൾ ഉമ്മു ഹബീബ് അത് പെണ്ണല്ലേ വല്ലാതെ ഇറങ്ങാറാക്കുന്ന കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ ഹബിഷയിലേക്ക് പോയിക്കോളി, അവിടെ നിങ്ങൾക്ക് അഭയം കിട്ടുമെന്നാണ്, ധൈര്യമായിട്ട് പോയിക്കോളിയാണ്. ഞാൻ അവിടെ അഭയാർത്ഥികളായി പോവാണ്. അവിടെ എത്തിയപ്പോഴുള്ള വലിയൊരു പരീക്ഷണം എന്താ വെച്ചാൽ അവിടെയൊക്കെ ക്രിസ്ത്യാനികളാണ്. ഇന്നത്തെ ക്രിസ്ത്യാനികളല്ല കേട്ടോ, യഥാർത്ഥ ഇഞ്ചിലിൻ്റെ ആൾക്കാർ. ഒരു അറിഞ്ഞു വരുന്നേ ഉള്ളൂ നമ്മളെ നബിയെ പറ്റി, കാരണം തുടക്കമുള്ളത്. അപ്പോ അവിടെ എത്തിയപ്പോൾ ഉബൈദുള്ളാക്ക് തോന്നി നല്ലത് എന്താണ് ക്രിസ്തുമതം സ്വീകരിക്കൽ. അവിടെയൊക്കെ ഇപ്പം എല്ലാവരും അതാണല്ലോ. അയാള് ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയോട് പറയാണ് ജിൻ്റെ ഒപ്പം പോരണം, ഞാൻ നസ്വാറാക്കളിലേക്ക് പോവാണ്, ഓലപ്പം കൂടാണ്. പക്ഷെ ആ പെണ്ണ് ഉറച്ചു ഇല്ല, ഒറ്റപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഭാഷാ പ്രശ്നമുണ്ട്, പിന്നെ അഭയാർത്ഥികളാണ്, ചെറിയൊരു കുട്ടിയുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അവസാനം അയാള് അപ്പുറത്തേക്ക് പോയി എന്ന് മാത്രമല്ല മരിച്ചും ചെയ്തു. ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹു ഒറ്റപ്പെട്ടു, ചെറിയൊരു കുട്ടി. നാട്ടിൽക്കൊട്ട് ഒരിക്കലും പോരാൻ വയ്യ, വാപ്പടക്കം ഭയങ്കര എതിരാണ്. അവസാനം അള്ളാന്റെ ഓർഡർ, തീരുമാനം, നബിതങ്ങൾ ഇവരറിയാണ്. നബിതങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? ആരും ഇല്ലാത്ത ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ. അവിടെ വലിയ രസം എന്താ അറിയോ? ഈ വിവരം നിക്കാഹ് നടന്നു. വിവാഹം നടന്നപ്പോ അബൂ സുഫിയാൻ പറഞ്ഞ പോലെ എന്റെ മോൾക്ക് എന്തായിരുന്നാലും നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിട്ടുള്ളത്. കളിയാക്കല്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട്. ഇപ്പൊ ഒരു മകൾ ഇപ്പൊ പ്രേമിച്ചു കണ്ട ഒരു കള്ളുടിയനെ ഗത്യന്തരമില്ലാതെ നിക്കാഹ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോ വാപ്പ പറയും നല്ലൊരു പുതിയാപ്പിളിനെയാണ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടോ. അത് കളിയാക്കാണ്, അത് ശരിയാക്കണേ, കാണാൻ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തതെന്നൊക്കെയാണ്. ഇതങ്ങനല്ല. അബൂ സുഫിയാന്റെ മനസ്സിലെന്താണ്? സത്യത്തിൽ ഇയാൾ സത്യസന്ധനാണെന്നാണല്ലോ. എന്താ? ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയുടെ ആ ഒരു നിലപാട് പിൽക്കാലത്ത് ആ പിതാവിൽ പോലും മാറ്റം വരുത്തുകയാണ്. പിന്നെന്തായി? അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ആര്?
അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാം സ്വീകരിക്കുക സഹാബിയായി എന്ന് മാത്രല്ല, പിന്നെ നബി തങ്ങൾക്ക് എത്ര സേവനം ചെയ്തു അറിയാം നിങ്ങൾ. ഇപ്പൊ ഖുർആനിൽ അള്ളാഹു പേരെടുത്ത് പറയുന്നൊരു യുദ്ധമാണ് ഏത്? ഹുനൈൻ. ഹുനൈന് നേരെ പേര് പറയണ്ട, അതെന്നാ ലാസ്റ്റാണ്. ഇങ്ങോട്ട് കൊല്ലാൻ വന്ന കേട്ടോ. മക്ക വിജയം കഴിഞ്ഞ് നമ്മൾ നല്ല റാഹത്തായി 12,000-ഓളം സഹാബിമാർ മക്കത്താണ്. ശത്രുക്കൾ എന്ത് ചെയ്തു? ശത്രുക്കൾ അങ്ങനെയുള്ള ഒന്ന് ഒരുങ്ങി പുറപ്പെട്ടാൽ പിന്നെ വേറിടൂലല്ലോ. ഹുനൈന് അത് ത്വായിഫിൻ്റെയും മക്കൻ്റെ അടിയുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് അവർ 4,000-ൻ്റെ 5,000-ൻ്റെ അടിയുള്ള ആളുകൾ സർവായുധ സജ്ജരായിട്ട് നബിയെ നേരിടാൻ വരികയാണ്. അപ്പം നിബിതങ്ങൾ എന്ത് ചെയ്തു? അവിടെ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ നമുക്കൊരു ധാരണ ഉണ്ട്, ആൾബലം ഉണ്ടെങ്കിൽ ഒക്കെ നേടാന്നുള്ള ഒരിതുണ്ട്. അത് ശരിയല്ല. അത് ശരിയല്ല എന്നും കൂടി പഠിപ്പിക്കുകയാണ്. നമുക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടി. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലെ കണ്ടില്ല നിങ്ങൾ, പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ പറയുന്നത്, സ്ഥാനാർത്ഥികൾ പറയില്ല, കുട്ടികൾ പറയുന്നത് ഈസി അല്ലേ, അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്കുള്ള വോട്ടാണ്. തോറ്റാണ്. എതിരാളിയെ ഒരിക്കലും കുറച്ച് കാണരുത്. എതിരാളിയെ ഒരിക്കലും കുറച്ച് കാണരുത്. ആ സന്ദേശം ഹുനൈനിൽ പഠിച്ച നമ്മൾക്ക് നൽകുകയാണ്. നമ്മൾ എന്ത് ചെയ്തു അറിയാം? എതിരാളികളെ കുറച്ച് കാണിച്ചു, അതൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്തെന്ത് ചെയ്തു സഹാബിമാർ വിചാരിച്ചു. കാരണം നമ്മൾ 12,000, ഓല് 4. അപ്പോൾ ബദറിന്റെ നേരെ തിരിച്ചാണ്. നമ്മൾ 320, ഓല് 1000. ഇവിടെ നമ്മൾ 12,000, ഓല് 4-ആണ്. അപ്പോൾ ഓലെ 3 ഇരട്ടി നമ്മൾ. അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷേ യുദ്ധത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യഘട്ടത്തിൽ നമ്മൾ തോറ്റു. നമ്മൾ തോറ്റു എന്ന് മാത്രമല്ല, എല്ലാവരും ഓടി, പിന്നെ 4 ഭാഗത്തേക്കും ചതുറി ഓടി. അബൂ സുഫിയാനായിട്ട് നമ്മളെ വിഷയം 12,000-ൽ 133 മുഹാജിറുകളും 166 മുഹാജിറുകളും 33 അൻസാറുകളും ഒഴികെ, അപ്പൊ 200-ന് താഴെ അല്ലേ? ബാക്കിയൊക്കെ ഓടി. ഈ 12,000-ൽ പേടിച്ചിട്ട് ഓടി. ഓടാൻ പാടില്ലായിരുന്നു, എല്ലാവരും ഓടി. പരീക്ഷണമാണ്. എന്താ വെച്ചാൽ നമ്മൾ അന്ന് വലിയൊരു വിഷയമല്ല, പ്രശ്നമില്ല എന്ന് കരുതിയതാണ് എന്ത് ചെയ്ത്. ഖുർആൻ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് അഅ്ജബതുകും കസ്റതുകും ഫലം തുഗ്നി അൻകും ശൈആ. നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ എന്താക്കി? നിങ്ങളെ ആശ്ചര്യപ്പെടുത്തി, നമുക്കൊന്നും പ്രശ്നമില്ല എന്ന് തോന്നി. പക്ഷേ ഫലം തുഗ്നി അൻകും ശൈആ, അത് നിങ്ങൾക്ക് ഒട്ടും പ്രയോജനപ്പെട്ടില്ല. വല്ലാഖത് അലൈകുമുൽ അർളു ബിമാ റഹബത്. വിഷയത്തിന്റെ ഗൗരവം കാരണം വിശാലമായ ഭൂമി നിങ്ങൾക്ക് കുടുസായതുപോലെ തോന്നിയില്ലേ? നമ്മൾ അത്യാവശ്യം ഉണ്ട് കരുതി പോയത്, അടിങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ പതറിപ്പോയി, അതിൽ ഓട്ടോടി. അള്ള പറയാണ്, വിശാലമായ ഭൂമി നിങ്ങൾക്ക് കുടുസായിട്ട് തോന്നിയില്ലേ? അതുകൊണ്ട് സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങളെല്ലാവരും പിന്തിരിഞ്ഞോടിയില്ലേ? അതിൽ ഈ 199 ആൾക്കാരാണ് അന്ന് ഒപ്പം. ബാക്കിയൊക്കെ ഓടിയാണല്ലോ, ബാക്കിയൊക്കെ ഓടി. ഇനി എല്ലാവരും നബിയോട് പിന്നെ ശത്രുക്കളോട് ആ 200-ഓളം ആളുകൾ അടരാടാണ്, രണ്ടും കൽപ്പിച്ച്. അപ്പൊ 2 ആൾക്കാർ നബിന്റെ ഒപ്പം ഉണ്ട്. അതാരാ? ഒന്ന് അബൂ സുഫിയാനാ. ഇതിന്റെ തഫ്സീറിൽ കാണാൻ ഇതിന്റെ വിശദീകരണം. ഒന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഓലെന്താ അറിയോ? ഓല് നമ്മളിപ്പോ പ്രധാനമന്ത്രിക്കും വില ഉയർന്ന ആളുകൾക്കൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, SPGന്റെ ആൾക്കാരുണ്ടല്ലോ, എന്ന് നിൽക്കുന്നത് പോലെ ഇവര് ജാഗരൂകരായിട്ട് നബിക്ക് നേരെ വരുന്ന തടയാണ്. അപ്പോഴാണ് നബി പ്രഖ്യാപിച്ച ശത്രുക്കളെ ഒന്നായിട്ട് വന്നപ്പോഴേ ഒരു പിടി പൂയണ വാരി ഒരൊറ്റ ഏറാണ്. ആ പൂടി തട്ടിയാലൊക്കെ പതറിപ്പോയി ശത്രുക്കള്. അപ്പ നബി പ്രഖ്യാപിച്ചാണെന്ത്? അന നബിയുല്ലാ കദിബ് അന ബിനു അബ്ദുൽ മുത്തലിബ്. കള്ളമല്ല, ഞാൻ നബിയാണ്. അന ബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബ്ദുല്ലാന്റെ മകനാണെന്നല്ല, എന്റെ വല്യപ്പാക്കല്ല ധൈര്യം ഉണ്ടേന് വെല്ലുവിളിച്ചു നബി തങ്ങള്. അവസാനം 10,000 മലക്കളിറങ്ങി. ഒരു അഭിപ്രായ പ്രകാരം 5, ഒരു അഭിപ്രായ പ്രകാരം 7. അതിലിപ്പോ മിനിമം കൂട്ടിക്കോളി. ബദറിൽ അതേപോലെ 5,000 മലക്കാൾ അല്ല, 10,000 ഇറങ്ങിയത്. ഖുർആൻ പറയുന്നുണ്ട്, സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീന വഅൻസല ജുനൂദൻ ലം തറൗഹാ. നിങ്ങൾ കാണാത്തൊരു സൈന്യത്തിനാണ് ഇറക്കിയത്.
മുഅ്മിനീങ്ങൾക്കും പ്രവാചകർക്കും അല്ലാഹു തആല ശക്തി കൊടുത്തു. അപ്പോൾ ആദ്യം ഇത് കൊടുത്തത് എന്താ വെച്ചാൽ നിങ്ങൾ വല്ലാതെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, ആയുധപരം അംഗപരം എന്നല്ല പ്രശ്നം, ഈമാനാണ്. അപ്പോൾ ഈ SIR-ഉം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഓവറായിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മളായിട്ട് നിന്നാൽ, മുസ്ലിങ്ങളായിട്ട് നിന്നാൽ ഒരു പ്രശ്നം വരില്ല. പക്ഷെ നമ്മൾ ഈമാൻ വേണം. നമ്മളിങ്ങനെ ഈ അയവയമ്പനായാൽ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടും ചാടി ഉണ്ടല്ലോ, നമ്മൾക്ക് തന്നെ നമ്മൾ മുസ്ലിമാണെന്ന് പറയും ഈ പെൺകുട്ടികൾ പറയും പോലെയൊക്കെ. അങ്ങനല്ല, നമ്മളെ ആദർശത്തിൽ എന്ത് ചെയ്യണം, ഉറച്ചിക്കണം. ഒരു മുസ്ലിമാണെന്ന് പറയുന്നത് അഭിമാനിക്കണം. അമേരിക്കയിൽ ചില ആളുകളൊക്കെ പഠിത്തി ഇസ്ലാം സ്വീകരിക്കാൻ കാരണം പത്രങ്ങൾ എഴുതിയ എന്താ നിങ്ങൾ വാർത്തയിൽ വന്നത്, ഗസയിലെ ആളുകൾ ആത്മഹത്യ ചെയ്യാത്താണ്. അതാണ് ഈമാൻ. കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ അനങ്ങിയ ആത്മഹത്യ ചെയ്യാം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും പെണ്ണുങ്ങൾ അതിക്രൂര ബലാത്സംഗത്തിന് വിധേയരായിട്ടും, നോക്കൂ, മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഇത് എന്ന് കരുതിയിട്ട് എന്തിനാ അതൊക്കെയെന്ന് കരുതിയോ? ഇല്ല, മുസ്ലിം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു കരുതിയത്. മുസ്ലിം ആണല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഒരൊറ്റ ആത്മഹത്യ അടുന്ന് വന്നിട്ടില്ല എന്നുള്ള നമ്മളെ കൊണ്ട് കയ്യോ അതൊക്കെ പിടിച്ചേക്കാൻ. ചെറുതെന്തേലും വരുമ്പോൾ നമ്മൾ ഓവറായിട്ട് ബേജാറാകുകയല്ലേ ഇനി എന്താന്നുള്ള. കാരണം നമുക്ക് തീരെ അങ്ങനെ പരീക്ഷണങ്ങൾ വരാത്തോണ്ട് പരിചയം തീരല്ല. അപ്പൊ എന്തേലും വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. വരാൻ വേണ്ടി പറയല്ല, വരാക്കാൻ നല്ല ജാഗ്രത നമ്മൾ കാണിക്കണം. അതാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത വേണമെന്ന് പറയാൻ കാരണം അതാണ്. എൻ്റെ അടുത്ത് കുറേ സ്ഥാനാർത്ഥികൾ വന്നീന്, ദ്വാരക്കണം എന്നാണ്. അപ്പം ഞാൻ ഓലോടൊക്കെ പറഞ്ഞു കൊടുത്തതാ, എന്ത് നിങ്ങൾ കൂലി ആഗ്രഹിച്ച് നിൽക്കണ്ടോലൊക്കെ. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇന്ന നിർത്തണം എന്ന് പറഞ്ഞതിന് കുറേ ആൾക്കാരെ ഏൽപ്പിച്ചുകാണ്ട് ചരട് വലിച്ചാൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാവില്ല. എല്ലാവരും കൂടി ഏൽപ്പിക്കുമ്പോൾ റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. പൊതുപ്രവർത്തനത്തിന് ഭയങ്കര കൂലിയാണ്. പക്ഷെ ആ കൂലി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആകണം. അത് ചിലതൊക്കെ എല്ലാവരും കൂടി പറഞ്ഞ് ഗത്യന്തരമില്ലാതെ നിന്നോലുണ്ട്. ഓൽക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ചരടി വലി എല്ലാം നടത്തിയോലും ഉണ്ട്, ഓല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണമുണ്ട്. അത് പറയുമ്പോൾ നമുക്കറ്റ കൊട്ടിയങ്ങൾ എന്നുള്ള പടച്ചോൻ്റെ സഹായം വേണേ. പടച്ചോൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമ്മൾ കളിക്കരുത്. ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. ഏറ്റവും ചെറിയ ബോഡി ആണെങ്കിലും ഒരു ലോക്കൽ ബോഡി ആണെങ്കിലും ഒരു ഉത്തരവാദിത്വം ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ആരെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ശ്രദ്ധിക്കണം എന്ന് മാത്രം, ശ്രദ്ധിക്കണം. എത്തപ്പ സഹോദരിമാരൊക്കെ നിൽക്കുന്നിടത്ത് എമ്മാതിരി ഫ്ലക്സുകളാണ്. ഓല് പൈമന്ന് ചാടികാണ്ട് വോട്ട് പിടിച്ചെന്ന് തോന്നും ഞമ്മക്ക്. അമ്മാതിരി കട്ടൗട്ടുകളാണ്. അത്രത്തോളം വേണ്ടേ. ഇപ്പോൾ വേറൊരിടത്ത് ഞാൻ കണ്ടു, ഒരു സ്ഥാനാർത്ഥി മറ്റേ ഹിജാബ് ഇട്ട് കണ്ടാണ് ഫോട്ടോ ഫ്ലക്സിലൊക്കെ കാണേണ്ടത്. അത് വേറെ കളിയാക്കാനൊരു കാരണമാണ്. ഇതേതാ സ്ഥാനാർത്ഥി അറിയില്ല, ഓലെ മെമ്പർ ആരും അറിയില്ലല്ലോ. അതിൻ്റെ ഫോട്ടോ വെക്കാൻ ഞാൻ മതിയാണോ? അത് വേറൊരു മാഞ്ഞാളം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിലൊക്കെ ആ നന്മ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഞാൻ പറയേണ്ടത് എന്താ അറിയോ, അല്ലാഹു തആല നമുക്ക് പരീക്ഷണങ്ങൾ പിന്നെ നല്ല ഇസ്സത്ത് കിട്ടാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, ഭരണരംഗങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടതാണ്, മാറിക്കേണ്ട വിഷയമല്ല എന്നല്ല. പക്ഷെ ഒക്കെ നന്മ ഉദ്ദേശിച്ച് ആകണമെന്ന് മാത്രം. ഇഖ്ലാസ് ഉണ്ടായാൽ മതി. ഇന്നലെ വരെ ഭയങ്കര ഇഖ്ലാസ്, സീറ്റ് കിട്ടിയില്ല എന്ന് കാണുമ്പോൾ ഇത് ഇന്ന് മറുചേരിയിൽ അത് കാണുമ്പോഴാണ് നമുക്കൊരു കഷളത്തരം തോന്നുന്നത്. ഇന്നലെ വരെ നമ്മളോട് വയലറിഞ്ഞ ആൾ ഇന്ന് നേരെ അപ്പുറത്തുനിന്ന് പ്രസംഗിക്കുക, കളറൊക്കെ മാറിയാണ്ട്. അത് പൊട്ടത്തരാ. അപ്പം ഇതുവരെ ഒരു പറഞ്ഞതൊക്കെ എന്താ തീരെ ആത്മാർത്ഥല്ലേറ്റാണെന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ. അങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ അടിയിൽ പറഞ്ഞു വിട്ട ന്യൂസ്. അത് രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരുന്നെന്ന് പറയണ്ട. ഞാൻ രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ഒന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇന്ന് കുറച്ച് ആൾക്കാർ ചിലപ്പോൾ കമ്മി തന്നെ ചിലപ്പോൾ ഒന്ന് വോട്ട് പിടിച്ചാൽ പോയതേ കയറാം അല്ലേ. അതിൻ്റെ ടൈമാണ്, സക്കറാത്തിൻ്റെ ഹാലല്ല. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആയാൽ പറ്റില്ലല്ലോ, എല്ലാം വേണം. അല്ലാഹു തആല നമുക്ക് എല്ലാ നിലക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെന്തറിയോ, ഇവിടെ ഇപ്പോൾ നമ്മൾ 49-ാമത്തെ ആയത്തിൽ പറയുന്ന ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅലി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾക്ക് അവർക്ക് എന്ത് വരും, അതിൻ്റെ ഫലം അവർക്ക് വരും. അതിനാണ് സൂറത്ത് നൂറിൽ പറഞ്ഞത് എന്ത്, ഫിത്ന വരും. ആ ഫിത്ന ദുന്യാവുന്ന് മെഹനത്ത്, സ്വല്പം സ്വന്തം ശരീരത്തിന് രോഗം, കാര്യങ്ങൾ, മക്കൾക്ക്, അതല്ലെങ്കിൽ സമ്പത്തിന്, ഇതൊക്കെ വരുന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്.
എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ് അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ, അന്ധകാര യുഗത്തിലെ ജാഹിലിയ കാലഘട്ടത്തിലെ വിധിയെ, അതിനെയാണോ ഇനി ഓല ആഗ്രഹിക്കുന്നത്? ഇനി ഓൽക്ക് അതാണോ വേണ്ടത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മാ, അല്ലാഹു പറയാണ് വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. ദൃഢമായി വിശ്വസിക്കുന്ന ഒരു ജനതക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വിധിയല്ലാതെ അതിനേക്കാൾ ഉദാത്തമായ വേറെ ഏതാ ഉള്ളത്? ഇപ്പൊ ചിലരൊക്കെ ചില പെൺകുട്ടികൾ പറയല്ലോ, ചിലർ പറയല്ലോ ഇസ്ലാമിൽ നമുക്ക് സ്വാതന്ത്ര്യമൊന്നും പോരാ. അപ്പൊ നമുക്ക് ചോദിക്കാം, പിന്നെന്താ ജാഹിലിയത്തിലുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ജാഹിലിയ കാലഘട്ടത്തിൽ ആദ്യകാലത്ത് കുഴിച്ചിട്ടീന് ജീവിക്കാൻ തന്നെ അവകാശമില്ലായിരുന്നു. ഇനി ഏതെങ്കിലും കാരണത്താൽ അതിൽ പെടാതെ ഇങ്ങനെ ജനിച്ച് വരികയാണെങ്കിൽ ഒരു ഒന്നാംകിട പൗരന്മാരിൽ പെടൂല, രണ്ടില് മാത്രല്ല വാപ്പ മരണപ്പെട്ടാൽ വാപ്പ മരണപ്പെട്ടാൽ ആ മുതലില് ആർക്ക് പെണ്ണിന് അവകാശമില്ല. ഇങ്ങനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ കച്ചവടത്തിന് പോകേണ്ടൊക്കെ ആണുങ്ങളാണ്, സാമ്പത്തികതൊക്കെ ആണുങ്ങൾക്ക് മാത്രമാണ്, പെണ്ണുങ്ങൾക്ക് തീരെ കൊടുക്കാതെ, അവകാശം കൊടുക്കാതെ ഇതൊക്കെയാണ് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് ചോദിക്കാം. നേരെ മറിച്ചോ ഇന്ന് അവർക്ക് എല്ലാ നിലക്കും വിവാഹം എന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കേണ്ട ഒന്ന് മെഹറാണ്. അത് പെണ്ണിന് നമ്മൾ ആണുങ്ങൾ കൊടുക്കേണ്ടതാണ്. അതാണ് നിർബന്ധമായ കാര്യം. ചെലവൊക്കെ ഏൽക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. പാർപ്പിടും ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞിട്ടും പിന്നെയും വാപ്പാൻ്റെ മുതൽ വരെക്കുമ്പോൾ ഓൽക്ക് ആണിൻ്റെ പൗതി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ശരിയല്ല എന്നാണ് പിന്നെ ജാഹിലിയത്തേക്ക് പോവാ എന്ന് തിരിച്ചു ചോദിച്ചാൽ അത് എന്നതുപോലെ തന്നെ യഹൂദികളോടും മറ്റും അവരോടൊരു കാര്യത്തിൽ ഇന്നതാണ് അള്ളാന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ പിന്നെന്താ അതുപോലെ അല്ലെങ്കിൽ അള്ളാനേക്കാൾ നല്ലൊരു ഉദാത്തമായ രൂപത്തിൽ വിധിക്കുന്നവൻ ആരാണുള്ളത്? അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവര് ഇതിനൊക്കെ തടസ്സം നിൽക്കാനൊരു കാരണം എന്താ വെച്ചാല് ഭൗതികമായ കാര്യങ്ങൾ ലാഭം കിട്ടുക എന്നുള്ളത് മാത്രം ഒരു നോക്കുന്നത്. ഉൽക്കഥാണ് വേറെ ഒന്നും ഓലെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. സത്യസന്ധത എന്ന ഒന്ന് അവരെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നത്. അതാണ്. ഇനി നോക്കൂ, ഒരൊറ്റ ആയത്ത് കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വരക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറാ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറാ ഔലിയാ, നിങ്ങൾ യഹൂദി നസ്വാറാക്കളെ രക്ഷാകർത്താക്കളായിട്ട് സ്വീകരിക്കരുത്. അല്ലാഹു പറയുന്നു, യഹൂദികളെയും നസ്വാറാക്കളെയും നിങ്ങൾ രക്ഷാകർത്താക്കളായിട്ട് സ്വീകരിക്കരുത്. ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം അവർ അന്യോന്യം എന്താണ് രക്ഷാകർത്താക്കളാണ്. ഒരു വലിയ മിത്രങ്ങളാണ് അവര്. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, നിങ്ങളെ കൂട്ടത്തിൽ അവരാരെങ്കിലും രക്ഷാകർത്താക്കളായിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായിരിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു തആല അതിക്രമകാരികളായ ഒരു ജനതക്ക് മാർഗദർശനം നൽകൂല. ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. യഹൂദി നസ്വാറാക്കളെ നിങ്ങൾ ഒരിക്കലും രക്ഷാകർത്താക്കളാക്കരുത് എന്ന് പറഞ്ഞാൽ ഓലോട് മുണ്ടരുത്, ചിരിക്കരുത്, വർത്തമാനം പറയരുത് എന്നാ? അതൊന്നുമല്ല അവിടെ ഉദ്ദേശം. അതൊന്നുമല്ല. യഹൂദി നസ്വാറാക്കൾ ഇപ്പം ആ കൂട്ടത്തിലൊക്കെ നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്രായേലില് പിന്നെ അവിടെ ജൂതന്മാർ, അതേ സമയത്ത് ഗസയിലും ഉണ്ട് ഒറ്റപ്പെട്ടവര്. ഓല് നമ്മളെ കൂടെയാണ്. ഇസ്രായേലിലെ ജൂതന്മാരിൽ കുറേ നല്ല മനുഷ്യന്മാര് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അവിടെ പ്രകടനം നടത്തുകയാണ്. ഗസക്ക് അനുകൂലമായി ഇസ്രായേലിന്റെ മണ്ണിൽ നല്ല മനുഷ്യന്മാരുണ്ട്. അമേരിക്കയിലുണ്ട് നല്ല മനുഷ്യന്മാർ. ക്രൈസ്തവരിൽ ഉണ്ട് അങ്ങനെ നല്ല ആളുകളുണ്ട്.
നമ്മളാ ഫ്ലോട്ടില്ല 500 ആൾക്കാർ പുറപ്പെട്ടപ്പോൾ ഇറ്റലിയിൽ നിന്ന് വന്ന് റോമിൽ നിന്ന് വന്നവരിൽ ക്രിസ്ത്യാനികളാണ്. ആ കൂട്ടത്തിൽ നിന്നാണ് ഇസ്ലാം സ്വീകരിച്ചതൊക്കെ. അപ്പൊ എല്ലാ വിഭാഗത്തിലും എന്തുണ്ടാവും? നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും. ഇവരെ കൂട്ടത്തിലും നല്ല ആളുകളുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട് കണക്കാക്കണം. പണ്ട് നമ്മൾ ആലപ്പുഴ പിന്നെ സമസ്ത സമ്മേളനത്തിന്റെ ഇത് നടക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കുറച്ച് ക്രിസ്ത്യാനികളുടെ ചർച്ചുകളുടെ ഗേറ്റൊക്കെ തുറന്നിട്ട് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു. ടോയ്ലറ്റ് പോകാൻ നമ്മളാൾക്കാർക്ക് സമ്മേളനമൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള അതിന് ഇതൊക്കെ വലിയ കുറച്ചൊരു തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെന്താ എല്ലാവരും സഹകരിക്കലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആ ഭാഗത്തുള്ള ചർച്ചുകൾ, ഇവിടെ നമ്മൾ പള്ളികൾ കാണും പോലെയാണ് അവിടെ ചർച്ചുകൾ. ഓലെന്ത് ചെയ്തു? ഒക്കെ തുറന്നിട്ടു ടോയ്ലറ്റ് പോകാൻ. ഇപ്പം നാളുണ്ട് അവിടെ മുണ്ടുപറമ്പ് കോളേജിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുന്നിൽ എന്തുണ്ട്? നിസ്കാരപ്പള്ളി ഉണ്ട്. ആ നിസ്കാരപ്പള്ളിയിലെ പിന്നെ ടോയ്ലറ്റൊക്കെയാണ് അവിടെ വന്ന് മറ്റു മതസ്ഥരായ അധ്യാപികമാരൊക്കെ പിന്നെ പ്രാഥമിക കാര്യം നിർവഹിക്കാൻ വന്നിട്ടുള്ളത്. സൗകര്യം ചെയ്ത് നിർത്തുന്നവർ മനുഷ്യന്മാർ വലിയ സംഭവമായിട്ട് കാണുന്ന സംഗതികളാണല്ലോ. നമ്മൾ എഴുതും പോലല്ല. നമ്മളിങ്ങനെ ഈ വർഗീയവാദികൾ 4-5 ആളുകൾ നിരന്തരം പറയുമ്പോൾ അത് നമ്മളത്ര കാര്യമാക്കണ്ട. നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ. ഒരു അമ്പലത്തിൽ എനിക്കൊരാൾ കാണിച്ചു ഒരു വീഡിയോ. അമ്പലത്തിലെ പരിപാടിയാണ്, പക്ഷെ അവിടെ ഖദീജാവിൻ്റെ കല്യാണമാണ് പാട്ട്. എന്തോ രസം കണ്ടല്ലേ, എന്തോ രസം കണ്ടപ്പോൾ പറയോ. ഒന്നാമത് നമുക്ക് വലിയ രസം തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോട് കൂടെ നോക്കുന്ന ഒരു കാലമാണ്. ഒരു കാലം എല്ലാവരും ഇവിടെ തെറ്റിദ്ധരിക്കുന്ന കാലമാണ്. അവരാണെങ്കിൽ ആ ഹൈന്ദവ സഹോദര സഹോദരിമാർ അതിരിങ്ങട്ട് ലയിച്ചിട്ടേ അതിമനോഹരമായ ആ മാപ്പിളപ്പാട്ട് പോലും പാടാണ്. ഇത് ഖദീജ റളിയല്ലാഹുവിനെ നബി കല്യാണം കഴിച്ചതും അതൊക്കെയാണ് അതിൽ പാടുന്നത്. നല്ലൊരു മാപ്പിളപ്പാട്ടാണ്. അതാണ് അമ്പലത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഓലോല ഗീതം ഇതൊക്കെ പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ രസകരമായ രൂപത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ ആ മനസ്സിന്റെ തെളിമയാണ് എന്ത് ചെയ്യുന്നത്? അറിയിക്കുന്നത്. അത് തെളിമയാണ്. അത് ഓൽക്ക് അത് പാടേണ്ടതിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഒരു പാടിക്കോട്ടെ എന്ന പോലെ നമ്മളും ചില സഹകരണങ്ങൾ അങ്ങോട്ട് തിരിച്ചുണ്ടാവും. നമ്മളെ മതത്തിന് വിലക്കില്ലാത്ത രൂപത്തിൽ അത് മുംതാന സൂറത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന കാര്യം എന്താ? നിങ്ങൾ യഹൂദി നസാറാക്കളെ ഔലിയാക്കളാക്കരുത്. ആക്കിയാൽ നോക്കൂ, അത് ഭയങ്കര പ്രശ്നമാണ്. പഠിച്ചവന് അക്രമകാരികൾക്ക് ഹിദായത്തുൽ. ഇതെന്താ ഈ രക്ഷാകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വിഭാഗം നമ്മളോട് വലിയ വെറുപ്പ് കാണിക്കുന്ന വിഭാഗം. നബിയുടെ കാലത്ത് നബിനെ കൊല്ലാനും തല്ലാനും നടക്കുന്ന ആളുകൾ, അവർ കിണഞ്ഞ് ശ്രമിക്കുന്നത് ആദർശ രംഗത്ത് നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്യാനാണ്. അതിനുപോലും ശ്രമിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അത് അവർക്കൊരിക്കലും കീഴ്പ്പെടണ്ട. അതാണ് ഇപ്പം നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ശനിയാഴ്ചയോട് മൂപ്പർക്ക് പിന്നെ ഒരു താല്പര്യം. ശനിയാഴ്ച ജൂതന്മാരുതാണ്, ഞായറാഴ്ച ക്രിസ്ത്യാനികളതുമാണ്. അള്ളാഹ് വെച്ചോട് തന്നെയാണ് അന്ന് യഥാർത്ഥ യഹൂദി നസാറാക്കൾക്ക്. പിന്നെ മുത്തുനബി വന്നപ്പോൾ വെള്ളിയാഴ്ച ആക്കി. ഇനി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന് വലിയ വേദപണ്ഡിതനായിരുന്നു. പക്ഷേ മൂപ്പർക്ക് ഈ ശനിയാഴ്ചയിലെ പിന്നെ യഹൂദികളുടെ ആഘോഷത്തോട് താല്പര്യം. അപ്പൊ അല്ലാഹ് ഇറക്കിയ ആയത്താണ് ഏത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഴുവനായിട്ട് പോരിട്ടോ, ഭാഗികമായിട്ടല്ല. ഇതിപ്പോ എല്ലാം കറക്റ്റാ. 99 മുക്കാൽ അരക്കാല്ല നിൽക്കണ്ടേ. അത് മാത്രം അവരോട് ഒരു താല്പര്യം. അതും വേണ്ട. അടുത്ത അത് ആദർശപരമായ കാര്യമാണ്. അത് വേണ്ട. നിങ്ങൾക്കുള്ള ആഘോഷിക്കാൻ വെള്ളിയാഴ്ച അവിടെ ഉണ്ട്. ചെറിയ നാളും വലിയ നാളും വേറെ ഉണ്ട്. സന്തോഷിക്കാൻ വേറെ കുറേ കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. ഇതിൽ തന്നെ ഉണ്ടല്ലോ, കുറവില്ലല്ലോ. എല്ലാം ഫിറ്റാണ്. അത്രത്തോളം ശ്രദ്ധിക്കണം എന്നാണ് അൽ-ബഖറയിൽ ആ കാര്യങ്ങൾ കൂടുതൽ പറയുന്നത്. മറിച്ചാണെങ്കിൽ അത് പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുകയാണ് എന്നുള്ളത് ആ ആയത്തിന്റെ തൊട്ട് പിറകെ പറയുന്നു. അവിടെ തന്നെ പിന്നെ പറയുന്നുണ്ട്, ആൽ ഇമ്രാനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ വിട്ട് വേറെ വലിയ മാർഗം ആഗ്രഹിക്കണേ കുഴപ്പമൊന്നുമില്ല. പഴക്കുട്ടോ ഇസ്ലാമി ദീനായിട്ട് ഇസ്ലാം അല്ലാത്തൊന്ന് ഉണ്ടാകരുതെന്ന്. അതിന്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരൊക്കെ വെറുപ്പ് കാണിക്കണമെന്നല്ല. അത് മുംതാന സൂറത്തിൽ പറയുന്നുണ്ട്. ഇത് ഇനി ആരാണെങ്കിലും, ഇനി മറുഭാഗത്ത് ആരാണെങ്കിലും അത് ഖുർആനിൽ വേറെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞ ആയത്തുന്നോതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ
അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅക്കും വ ഇഖ്വാനക്കും ഔലിയാഅ ഇനിസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ. ഒരു പൂർത്തീകരണം അല്ലാഹു തരികയാണ് ഈ ആയത്തിൽ. വമൻ യതവല്ലഹും മിൻകും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഇത് തൗബ സൂറത്തിലാണ്. ഇതിൽ പറയേണ്ടത് എന്താ അറിയോ? സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ ആബാഅക്കും വ ഇഖ്വാനക്കും ഔലിയാ. നിങ്ങളെ വാപ്പാരെ തന്നെ രക്ഷാകർത്താവായി കാണണ്ട, നിങ്ങളെ സഹോദരങ്ങളെയും രക്ഷാകർത്താവായി കാണണ്ട. എപ്പോ? ഈ നിസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ. നിങ്ങളെ സ്വന്തം വാപ്പിയും സഹോദരങ്ങളും ജ്യേഷ്ഠനോ അഞ്ചനോ ഇതൊക്കെ നമ്മളോട് ഏറ്റവും അടുത്തത്, അവർ സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ ഇഷ്ടപ്പെട്ടാലേ. നിങ്ങൾക്ക് മനസ്സിലായോ? സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ നിങ്ങളെ വാപ്പ ഇഷ്ടപ്പെട്ടാൽ ആ വാപ്പ നിങ്ങൾ ആ വിഷയത്തിൽ കണ്ടാവും. നിങ്ങൾ അതിനനുസരിച്ച് കണ്ടാൽ മതി. വാപ്പ രക്ഷിതാവല്ലേ, രക്ഷിതാവ് പറഞ്ഞാൽ കേൾക്കണ്ടേ എന്നൊന്നും പറഞ്ഞാണ്ട് ഒരു തെറ്റായ കാര്യത്തിലേക്ക് അവർ വിളിച്ചാൽ പോകേണ്ടതില്ല. വാപ്പേനെ നോക്കണ്ട, വാപ്പാക്ക് വാപ്പാന്റെ പരിവാരം കൊടുത്താൽ മതി. അവിടെ ജ്യേഷ്ഠന്മാരെ നോക്കണ്ട. ദീനിന്റെ വിഷയം അങ്ങനെയുള്ള. അപ്പൊ നമ്മൾക്കൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? നമ്മളൊക്കെ ഈ വിജയം തന്നെ എന്താ വെച്ചാൽ നമുക്കൊരു നല്ലൊരു പാരമ്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു ചെറിയൊരു സ്വാർത്ഥവാഹക സംഘം കൊടുങ്ങല്ലൂർ വഴി കേരളത്തിൽ വന്ന് പെരുമാൾ ചക്രവർത്തി അവരുമായിട്ട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പരിചയപ്പെട്ടു. പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നായി. പെരുമാൾ ചക്രവർത്തി ഇവരോട് കൂടെ നേരെ മക്കയിലേക്ക് പുറപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീനായി. അതിൻ്റെ ശേഷം പിന്നെ അദ്ദേഹം ദീനി ഇങ്ങനത്തെ പോരാൻ തീരുമാനിച്ചു, വഴിയിൽ വെച്ച് മരിച്ചു. പിന്നെ അദ്ദേഹം ഏൽപ്പിച്ച ആളുകൾ മാലിക് ദീനാർ സംഘവും നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അള്ളാന്റെ തിരുദൂതരുടെ കാലഘട്ടത്തിൽ തന്നെ ദീനിവിടെ എത്തി. ചിലർ പറയുന്നുണ്ട്, ചില ചരിത്രകാരന്മാരൊക്കെ നബിന്റെ കാലത്ത് എത്തിയിട്ടില്ല, മാലിക് ദീനാർ അതിന്റെ ശേഷം വന്ന ആളാണ്. അവർക്ക് തെറ്റിദ്ധരിച്ച മാലിക് ദീനാർ 1, 2 ഒന്നല്ലേ. സഹാബിയായ മാലിക് ദീനാറുണ്ട്, താവീകളിൽപ്പെട്ട മാലിക് ദീനാറുണ്ട്. ഇതൊക്കെ ഇവിടെ കൺഫ്യൂഷനായതാണ്. ചെറിയ 5-50 പൈസ. ഞാൻ പറഞ്ഞതറിയാം, നമുക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വ്യതിചലിക്കരുത്. ആ ഇസ്ലാമിൻ്റെ ആ തനതായത് കണ്ടതിൽ നമ്മളൊക്കെ ഒരു ഭാഗ്യം നോക്കി. നിങ്ങൾ ഇവിടുന്ന് ഒരു പെരുമാൾ ചക്രവർത്തി അവിടെ പോയി, പെരുമാൾ ചക്രവർത്തി പോയി, സംശയമില്ലാത്ത ചരിത്രമാണത്. അള്ളാന്റെ നമ്മളെ മലയാളികളായ നമുക്ക് അഭിമാനിക്കാലോ. എത്ര കാതമകലെ ഇവിടുന്ന് പോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം താജുദ്ദീൻ എന്ന പേര് കൊടുത്തു അദ്ദേഹത്തിന്. താജുദ്ദീൻ ആ പേര് സ്വീകരിച്ചതാണ്. പിന്നെ അദ്ദേഹം ഏൽപ്പിച്ച ആളുകൾ അങ്ങോട്ട് വന്ന് അദ്ദേഹം മരിച്ചു അവിടെ വഴിയിൽ. അവരിവിടെ വന്ന് പ്രബോധനം ചെയ്ത് അവർ സഹാബിമാർ നേരത്തെ ഇവിടെ ബന്ധപ്പെട്ടു. മുത്തുനബിയോട് സാഹസിച്ച ആളാണല്ലോ സഹാബി. കച്ചവടത്തിന് പോലും ഇങ്ങോട്ട് വന്നു. ഓരോരോ വിധിയാണ്. ചന്ദ്രൻ പിളർന്ന കഥ ഒരു പറഞ്ഞപ്പോഴാണ് പെരുമാൾ ചക്രവർത്തിക്ക് മനസ്സിന് മാറ്റം വന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് പറഞ്ഞയാള്. ചന്ദ്രനെ ഒൽക്കും നമുക്കൊക്കെ ഒന്നാണല്ലോ. യാദൃശികമായിട്ട് ആ സമയത്ത് കണ്ടുകൊണ്ടാണ്. ഇന്ന സമയത്ത് നടക്കുന്ന എവിടെ നോക്കി നിന്നാൽ മതി, അതല്ലല്ലോ. അപ്പൊ അത്ര പാരമ്പര്യമുണ്ട് നമുക്ക്. ആ പാരമ്പര്യത്തിൽ തന്നെയാണ് പോയിക്കോട്ടെ, വ്യതിചലിക്കരുത്. വ്യതിചലിച്ച പ്രശ്നമാണ്. ഇന്നിപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരു ഫാഷനാണ് ആൾക്കാർക്ക്. അങ്ങനെ നമ്മളിങ്ങനെ ആ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോവുക. അങ്ങനായത് നമ്മൾ ഈ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില പരിഹാസങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരാൾ പരിഹസിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ തഹിയ ഫണ്ടിനെ പരിഹസിച്ചിട്ട് വിദേഹത്ത് കടന്നുകൂടിയ ഒരാൾ പറയാണ്, അതിപ്പോ മാതാമൃതാനന്ദമയിൻ്റെ അവിടെ ഒരു ദിവസം 1000 വരുമാനം ഉണ്ടാവും. അതിൽ വിട്ട വർത്താനം നമ്മൾ പറയണ്ടല്ല, നമ്മൾ പറയേണ്ട വർത്താനല്ല. സങ്കടം തോന്നുന്നുണ്ട്. കാരണം പുറത്തുള്ള RSSകാർ പറയണില്ല. എന്നിട്ട് നമ്മളെ പേരെന്നത് പൗതിയാണ് ഓരോരുത്തരുടെ പേര്. പൗതി മുസ്ലിമിൻ്റെ പൗതി വേറെ തോന്നിപ്പോണ്ട് കെട്ടുകൊണ്ട് ഓരോ പണിയെടുക്കണ്ട. അത് ചെറുതാക്കി കാണണം. അത് ചെറുതാക്കി കാണരുത്. അതൊക്കെ എന്താ വെച്ചാൽ അതൊരു അസുഖമാണത്. നമ്മളെടുത്ത് മരുന്നൊന്നുമില്ല. ഓല് ശരിയായില്ലെങ്കിൽ ഓൽക്ക് നഷ്ടം എന്നല്ലാതെ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വിദേഹത്ത് ഭയങ്കര പ്രശ്നമാണ്. കുഫ്ർ ചിലപ്പോൾ തിരുത്താൻ സാധ്യതയുണ്ട്. ഖബായിർ വൻദോഷം തിരുത്താൻ സാധ്യതയുണ്ട്. വിദേഹത്ത് കടന്നുകൂടിയാൽ തിരുത്തൂല ചിലർ.
അതിന് രേഖ ഉണ്ടാക്കാൻ നോക്കും, തെളിവുണ്ടാക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക, ഇവിടെ ഇപ്പോൾ അള്ളാഹു തആല പറയുന്ന ഈ ആയത്തോക്ക് നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളെ സഹോദരങ്ങൾ അവർ കുഫറിനേക്കാൾ ഈമാനിനേക്കാൾ കുഫറിനെ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഓരെ രക്ഷിതാക്കളാക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ യഹൂദി നസാറാക്കളെ നിങ്ങൾ രക്ഷിതാക്കളാക്കണ്ടെന്ന് പറഞ്ഞു. വാപ്പാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലോ ഖാലിദുവിന് മുസ്അബ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പോന്നപ്പോൾ മൂപ്പരെ ജ്യേഷ്ഠന്മാർ മൂപ്പരെ എതിർത്തല്ലോ, അടിച്ചു, ചങ്ങലക്കിട്ടു, പലതും ചെയ്തു. ഇബ്രാഹിം മിത്രങ്ങളാക്കിയില്ല. യാ അല്ലാഹ് വസ്സലാം അങ്ങനെ ഒരുപാട് അവിടെ സഹോദരങ്ങൾ നോക്കിയില്ല, ചിലർ വാപ്പയെന്ന് നോക്കിയില്ല, സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്നു. ഇവിടെ അതന്നെ പറയുന്നു. പക്ഷെ അതേ സമയത്ത് അതെന്തല്ല, സൗഹൃദത്തിനെതിരെ രണ്ടും നിലക്ക് മനസ്സിലാക്കണം. ശത്രുക്കളെ നമ്മൾ ശത്രുക്കളായിട്ട് കാണും, മിത്രങ്ങൾ ഉണ്ടാവും, അവർക്ക് നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ്, എല്ലാം ചെയ്തു കൊടുക്കണം. അത് മുംതഹന സൂറത്തിൽ ഖുർആന്റെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഈ ശുആറാ സൂറത്തിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അതിൽ പറയുന്ന ഒരു കാര്യം തന്നെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രം തിരിച്ചടിക്കുന്നവർ, പ്രതിരോധം സ്വീകരിക്കുന്നവർ, അല്ലാതെ ആരോഗ്യമുണ്ട്, ആയുധം കയ്യിലുണ്ട്, കളരി പഠിച്ചിരിക്കുന്നു എന്ന് കരുതിയിട്ട് ചാമ്പാൻ പറ്റുമോ? ഇല്ല. നമ്മളെ നിലപാടെന്താ? ആദ്യം പ്രതിരോധമാണ്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഏറാൻ പാടില്ല എന്നുള്ള വലിയ സന്ദേശം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണ് നമ്മളെ ചില ആൾക്കാർ എന്ത് ചെയ്യല്, അത് പറയേണ്ടതിനറിയോ, നിങ്ങളെ മനസ്സിലൊക്കെ ഇത് ഇങ്ങനെ കോരിടണം. നമുക്ക് തന്നെ അങ്ങനെ കുറച്ചൊക്കെ യുദ്ധമൊക്കെ അങ്ങനെ കരുതണ്ട. അടിയന്തര ഘട്ടങ്ങളിലാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഈ കാര്യം പറയുന്നുണ്ട്. വൻതസറൂ മിൻ ബഅദി മാ ളുലിമൂന, ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ആ ഘട്ടത്തിൽ മാത്രം ഓലെന്തെയും പ്രതിരോധ നടപടി സ്വീകരിക്കും. അത് ഇറങ്ങാൻ തന്നെ കാരണം കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് കളിയാക്കുമ്പോൾ അങ്ങോട്ടും തിരിച്ചു പാടിക്കൊണ്ടീ എന്ന് പറഞ്ഞല്ലോ. അത് എപ്പോ നിങ്ങളിങ്ങനെ കവിതയിലൂടെ ആരെയും എഴുത്താനൊന്നും നിൽക്കണ്ട, വല്ലാതെ അങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കൊടുക്കുക. അതാണ് അവിടെ പറഞ്ഞത്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ഇതിനോട് അല്ലാതെ നമ്മളെന്തില്ല യഹൂദി നസാറാക്കളോട് ബന്ധം പുലർത്തുന്നല്ല ഞങ്ങൾ ഖുർആൻ പറയുന്നതല്ല, അതല്ല. അവര് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെ അതള മഞ്ചേരി കൊണ്ട് നടന്നത് നോക്കൂ. കേരളം ഒരു വത്തിക്കാനാക്കും എന്ന് പറഞ്ഞിട്ട് 970 ഘട്ടങ്ങളിലൊക്കെ അതിന്റെ ശേഷം മഞ്ചേരിയിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി, വലിയ വിഷയങ്ങളുണ്ടായി. മർക്കസുൽ വിഷാറ ഉണ്ടായി. മർക്കസുൽ വിഷാറ എന്ന് പേര് വെച്ചിട്ട് അങ്ങനെ അന്ന് മഞ്ചേരി മുനിസിപ്പാലിറ്റി അല്ല, പഞ്ചായത്താണ്. അന്ന് പരിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ ആയത്തുകളെ ഇവര് വെട്ടിയെടുത്തിട്ടേ അതിന് തെറ്റായ അർത്ഥം കൊടുത്ത് അതിനാണ് അലവിനെ ഉപയോഗിച്ച്, ഫാദർ അലവിയെ മന നിലമ്പൂര് പോയി മാമോദീസ മുക്കി കൊടുന്ന. അങ്ങനെ ഈ ചങ്ങാതി ആണ് ഈ ആയത്തുകൾ, ഒരു അറബി മനുഷ്യായതുകൊണ്ട് കുറച്ചൊരു പരിചയം ഉണ്ടായതുകൊണ്ട് ചില ആയത്തുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് പച്ച നുണ എഴുതി വിട്ടുകാണ്ട് പഴിപ്പിച്ചു. അങ്ങനെ മഹാനായ ശംസുൽ ഉലമ മഞ്ചേരിക്കാരെല്ലാവരും കൂടി യോഗം ചേർന്ന് അവിടെ പോയി കാര്യം പറഞ്ഞപ്പോൾ അത് നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവരെയൊന്നും വെറുതെ ഇടപെടില്ല, നമുക്കറിയാത്തതുകൊണ്ടല്ല, പക്ഷെ ഖുർആനോട് കളിച്ചാൽ നമ്മൾ വിടണ്ടാണ്. അങ്ങനെയാണ് മഹാനായ ശംസുൽ ഉലമ എന്ത് ചെയ്ത് നിങ്ങൾ അവരോട് പറഞ്ഞു, ബിലേറ്റ് ഡേറ്റ് വാങ്ങാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ഡേറ്റ് ഇട്ടു. പക്ഷെ ശംസുൽ ഉലമ കുറേ നിബന്ധന ചെയ്യുന്നു. ഒന്ന്, എല്ലാ ഫാദർമാരെയും വിളിക്കണം. നമ്മളെ മഞ്ചേരി ഭാഗത്തുള്ള എല്ലാ പള്ളിയിലെ ഉസ്താദുമാര്, ഖാദിമാര്, ഖതീബുമാര്, പുരോഹിതന്മാർക്ക് വേറെ ഇരിപ്പിടം ഒരുക്കുക, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഒക്കെ കൊടുക്കുക. ഓരോ വലിയ ഇതൊരു മൂല്യരല്ലേ എഴുതിയാണ് വലിയ കാര്യമായിട്ട് വന്നു. എല്ലാവരും കാര്യമായിട്ടല്ല, വലിയ പ്രശ്നം ഉണ്ടാവില്ല എഴുതിയാണ്. പക്ഷെ ശംസുൽ ഉലമ പ്രഭാഷണത്തിൽ പറഞ്ഞെന്താ അറിയാം, ആദ്യം ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബൈബിൾ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഞങ്ങൾ കൈകടത്തൂല, ഇടപെടൂല. പക്ഷേ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, നിങ്ങളെക്കാളും നന്നായിട്ട് ആ കാര്യം അറിയാം. നിങ്ങളെ കൂട്ടത്തിൽ 2 വരി സുറിയാനി ഭാഷയിൽ വായിക്കാൻ കഴിയുള്ളവരുണ്ടോ? ഇതിൽ കുടുങ്ങി. ശംസുൽ ഉലമ പറഞ്ഞു, ഞങ്ങൾ ഒരു മതത്തിന്റെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വെറുതെ ഇടപെടൂല, പക്ഷേ പരിശുദ്ധ ഖുർആന് വെച്ച് നിങ്ങൾ കളിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ വിടൂല. തക്ബീറല്ലേ നമ്മളെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് ശംസുൽ ഉലമ അവരോട് നിർത്താൻ പറഞ്ഞു.
അമിത ആവേശം പോലെ അടിക്കുമെന്നുള്ളതുകൊണ്ട് ചില പള്ളടച്ചാണ് കൊടുത്തില്ല അവർക്ക്, ചെറുകാണ് കൊടുത്തു. പിന്നെ അതിന്ന് മാറിയോല് പറയാണ് തീരുമാനം എങ്ങനെയായിരുന്നു കേരളം ഒരു വത്തിക്കാനാക്കണം, അതിനാണ് ഖുർആൻ ഒരു വളച്ചൊടിച്ചത്. അങ്ങനെ കളിച്ചപ്പോൾ അല്ലാതെ നമ്മൾ ഉസ്താദ്മാരൊക്കെ എന്താ പറയാ, ചിലര് വിചാരം എന്താ പറയുക, ഞങ്ങള് പഴമക്കാർക്ക് തിരിയാത്തോണ്ടാണ്. അങ്ങനല്ല, അല്ല, നമ്മളെ കൂട്ടത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ ഇല്ലാത്തതുകൊണ്ടല്ല, വെറുതെ അങ്ങനെ അതിലൊന്നും ഇടപെടാൻ പോകരുത്. അങ്ങനെ ഇടപെടാൻ ചിലർ പോയതാണ് പിന്നെ അവരുടെ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടുന്നൊരവസ്ഥയിലെത്തി. ഈ സാക്കിർ നായിക്കൊക്കെ പിന്നെ ഇവര് പറയും പോലെ നിർബന്ധ മതപരിവർത്തനം മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ സംവാദങ്ങളും കാര്യങ്ങളും ഓവറായപ്പോൾ അത് ചിലർക്ക് അസ്വസ്ഥ ഉണ്ടാക്കി. നമ്മൾ പേടിച്ചിരിക്കണമെന്നല്ല, എന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് വല്ലാതെ ഇങ്ങനെ വേണ്ടാന്ന്. എന്നാലോ ഇങ്ങോട്ട് വല്ലതും വന്നാൽ അപ്പോൾ കൊടുക്കേണ്ടി വരും. അതാണ് ശംസുലം വന്ന് കൊടുത്തത്. അൽഹംദുലില്ലാഹ് ഇടക്കരയും മഞ്ചേരിയും എറണാകുളത്തും തകർപ്പം പരിപാടിയായി. അതോടുകൂടെ പ്രശ്നം എടുത്തൊന്നും കെട്ടിപ്പൂട്ടിയില്ല. അവസാനം ഫാദർ അലവി അവസാനം പെൺകേസിൽ പെട്ടുകൊണ്ട് ഒന്നുമല്ല. ഇപ്പൊ കാളിയാവുന്ന മഹദീമ ഇറങ്ങിനു. അപ്പൊ ഇന്നലെ പേളെ പിടിച്ചിരുന്നു പോലീസ് പെൺകേസിൽ. ഇല്ലല്ല, ഇന്നും വരികയല്ലേ നിങ്ങൾ പറഞ്ഞ വേറെയാണ്. അത് പോയി അതല്ല ഞാൻ പറയണ്ടേ. ഇത് വേറൊരുത്തനെ ഞാൻ മഹദിയാണ് പറഞ്ഞാണ്ട് കാളിയാവുന്നാണ്. ഇല്ലല്ലോ, അയാൾ മരിച്ചു. അയാൾ ഇങ്ങോട്ട് വന്നതാണ്. അയാളാണ് അന്ന് ഓല ഭാഗത്തുനിന്ന് ജോണ്, അയാളുടെ പേരൊന്ന് ജോണ് മുണ്ടക്കൻ. അയാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാളൊരു പുസ്തകമുണ്ട്, അവരെന്നെ മുസ്ലിമാക്കിയാണ്, കനപ്പെട്ട പുസ്തകം. അതിൽ ഇതൊക്കെ സവിസ്തരം പറയുന്നുണ്ട്. അയാൾ ശരിക്കും ഒരു ഫാദേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. മൂപ്പരാണ് നമ്മളൊക്കെ ശംസുലം എങ്ങനെ അതുപോലെയാണ് അവർ. അയാൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അയാളോട് കേട്ടോ. അയാൾ വീട്ടിൽ പോയിട്ട് പിന്നെ അപ്പം അയാൾ നമ്മളോട് പറഞ്ഞെന്താ വെച്ചാൽ, സംഗതി എനിക്ക് ഭയങ്കര പുച്ഛന് മൂല്യന്മാരോട് നമ്മൾ പറയാം, നിങ്ങൾ ഉസ്താദക്കന്മാരോടും തന്നോടാണ് നിങ്ങൾ അന്ന് പറഞ്ഞത് ഭയങ്കര വെറുപ്പേനും. ശംസുലം ഞങ്ങളോട് ഇത് സംസാരിക്കാൻ വരുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ പതറാൻ കാരണം എന്താ വെച്ചാൽ, സുറിയാനി മൂപ്പര് വായിച്ചോടുകൂടെ പതറിപ്പോയി. സുറിയാനി പിന്നെ അറിയുന്നവർ ഞങ്ങളെ കൂട്ടത്തിൽ വളരെ കമ്മിയാണ്, ശരിക്കറിയില്ല. അവിടെ ഇവിടെയൊക്കെ മുറി അറിയുള്ളൂ. മൂപ്പരത് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. മൂപ്പര് ബാക്കിയാണെന്നാണ് പഠിച്ചിട്ടുള്ളത്. അതായത് സുറിയാനി പഠിച്ച ഒരു പുരോഹിതൻ മൂപ്പര് വെല്ലൂർ നിൽക്കുന്ന കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. അയാൾക്ക് ശംസുലമ്മ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അയാൾ തിരിച്ചിങ്ങോട്ട് മറ്റേ പഠിച്ചു. അത് വളരെ ഉപകാരപ്പെട്ടത് ഇവിടെ ചിട്ട. അയാൾ നമ്മളോട് പറയണേ, അയാൾ പറഞ്ഞത് ശംസുലമ്മന്റെ ഓഡിയോ കാസറ്റിട്ട് നേരെ അവിടെ പോയി വത്തിക്കാന് പോയി, പിന്നെ സംശയം തീർക്കാൻ വത്തിക്കാന് പോയി. ഓല് ശരിക്കും എന്ത് ചെയ്തിരുന്നു. പക്ഷെ ഇവരോട് പറഞ്ഞെന്ന് വെച്ചാൽ മുസ്ലിം പണ്ഡിതന്മാരോട് സംവാദത്തിന് പോകരുതെന്നാണ്. മറുപടി ഇട്ടില്ല. ബർണബാസ് ബൈബിളിൽ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്നും അതുപോലെ ഈസാ നബി അടിമയാണ്, അള്ളാന്റെ അടിമയാണെന്നുള്ള പരാമർശം ഉണ്ടെന്ന് പറഞ്ഞതിന് സംശയമാ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ബർണബാസ് ബൈബിൾ വത്തിക്കാൻ നിങ്ങളെ ലൈബ്രറി ഉണ്ട് ചോദിച്ചു നോക്കിയാണ്. പക്ഷെ തുറക്കാൻ സമ്മതിച്ചില്ല, കൂട്ടിയിട്ട് അതിലൊന്നും ഇടപെടരുത്, മിഷണറി പ്രവർത്തനത്തിന് കാശും തരാനാ. അങ്ങനെ മൂപ്പർക്ക് വത്തിക്കാനെന്ന് അമേരിക്ക വിസ കിട്ടിയിട്ട് അവിടെ പോയി മുഹമ്മദ് അലി ക്ലേയുമായിട്ട് സംസാരിച്ച് പിന്നീട് നേരെ എറണാകുളത്ത് വന്നിട്ട് അയാളും 40 പുരോഹിതന്മാരാണ് ഇസ്ലാം സ്വീകരിച്ചത്. അയാൾക്ക് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഭീഷണിയായിരുന്നു. വല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, അങ്ങനെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെന്താ പ്രശ്നം, എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ എല്ലാവരും നല്ല സൗഹൃദത്തിൽ, പക്ഷെ ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ അവഹേളിക്കും. മാന്യമായ രൂപത്തിൽ പറയാം, തെറ്റുകൾ പറയാലോ. ഇപ്പം നമുക്ക് പറയാം, പിന്നെ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടോ ഇല്ലയെന്ന് ഓൽക്ക് പറയാം, ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഇല്ല നമുക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കാം. അവരെ വൈരുദ്ധ്യം നമ്മൾ പറയുമ്പോൾ ഓൽക്ക് തിരുത്താൻ തിരുത്തിക്കോട്ടെ. ഇപ്പം നിലവിലുള്ള ബൈബിളിൽ വന്ന പിന്നെ 2 പേജ് മറിച്ചാൽ നോഹ് നബിയെ നോഹ എന്ന് പരിചയപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഉത്കൃഷ്ട വ്യക്തിത്വമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു പേജനം കഴിഞ്ഞാൽ നമ്മളെടുത്തേണ്ട ബൈബിൾ അതിൽ പറയുന്നുണ്ട് നോഹ വീഞ്ഞ് കുടിച്ച് വിവസ്ത്രനായിട്ട് വഴിയിൽ കിടക്കുമായിരുന്നു, കള്ളുടിച്ച് കിടക്കുമായിരുന്നു. അമ്പിയാക്കൾ ആരും കള്ളുടിച്ചില്ല, കുടിച്ചിട്ടുമില്ല, ഒരു പെർഫെക്റ്റാണ്. അത് എന്തുകൊണ്ടാണ് വരാൻ കാരണം? അന്ന് ശംസുലമ്മ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നു.
അതിൻ്റെ 100-200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ വന്നത് എഴുതിയിട്ടുള്ളത്. അതെങ്ങനെ ദിവേ 700 കൊല്ലത്തിൻ്റെ ശേഷം എഴുതപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ പേരിൽ അപ്പോഴും പറയുന്നുണ്ട്. അതിൽ ഉത്തരം ഉണ്ടായില്ല. അപ്പോൾ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. അവഹേളിക്കൽ വേറെയാണ്. നമ്മൾ ആരെയും അവഹേളിക്കാനൊന്നും പോണ്ട. അത്രേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വെച്ചാൽ ഇങ്ങനെ കൈകടത്തലുകളും ആക്രമണങ്ങളും നടത്തി എന്നാൽ പിന്നെ ഓലോട് എന്ത് ചെയ്യണ്ട, ഓല മിത്രങ്ങളാക്കാനോ ഇതിനും പോണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ ഞാനും പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാലോ, ഒരു ജൂതൻ്റെ അടുത്ത് നബിതങ്ങൾ പടയെങ്കിൽ പണയം വെച്ചത് കുറച്ച് ധാന്യത്തിനാണ്. നബിതങ്ങൾക്ക് അബ്ദുറഹ്മാൻ അഫർ അലി എന്നോട് സൂചിപ്പിച്ചാൽ മതി, ഓലൊക്കെ വലിച്ചിട്ട് കൊടുക്കൂലേ. നബിൻ്റെ നമ്മളെ സഹായിമാരിൽ നല്ല സമ്പന്നരില്ലേ, എന്നിട്ട് എന്തേ അവരടുത്ത് നിന്നൊന്നും വാങ്ങാതെ ഒരു ജൂതൻ്റെ അടുത്ത് പണയം വെച്ചത്? ഒന്ന് അഭിമാനം കാത്തതാണ്, മറ്റൊന്ന് മറ്റു മതസ്ഥരോട് ക്രയവിക്രയം നടത്താം, ഓലോട് ബിസിനസ് ഷെയർ എടുക്കുക, ഓലായിട്ട് നമുക്ക് ഇടപാടുകൾ നടത്താം. സത്യസന്ധരായ ആളുകളാണെങ്കിൽ പരസ്പരം എന്തായാലും കുഴപ്പം, അങ്ങനെ കുഴപ്പമില്ല. എത്രയോ ആളുകൾ അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാർട്ട്ണർഷിപ്പ് എടുത്തൊക്കെ കച്ചവടം നടത്തേണ്ടവരെ എത്ര ആൾക്കാരുണ്ട്, എന്തായാലും കുഴപ്പം. ആ കുഴപ്പമില്ല എന്ന് അറിയിക്കാനാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇവിടെ പറഞ്ഞ ഏതാണ് വേറിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, ഇനി അവരെ ആരെങ്കിലും അങ്ങനെ മിത്രങ്ങളാക്കി കഴിഞ്ഞാൽ എന്താവും? പിന്നെ അല്ലാഹു തആല പറയാണ് അവരിൽ പെട്ടുപോകും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു പറയാണ് തീർച്ചയായിട്ടും അല്ലാഹു തആല അക്രമകാരികളായ ഒരു ജനതയെ അവർക്ക് മാർഗദർശനം നൽകുകയില്ല, അവർക്ക് മാർഗദർശനം നൽകൂല. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തിൽ ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പറയാം. പിന്നെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 4 ശത്രുക്കൾ മനുഷ്യനും 4 ചങ്ങാതിമാരെ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ ഇതിൻ്റെ തഫ്സീലിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലെ ബോർഡും എഴുതും ചെയ്യാം. നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. അല്ലാഹു തആല അവതരിപ്പിച്ചതുകൊണ്ട് അവർക്കിടയിൽ അങ്ങ് വിധി പ്രസ്താവം നടത്തുക. വലാ തത്തബിഉ അഹ്വാഅഹും. അവരുടെ ദേഹേച്ഛയെ അതിനെ പിൻപറ്റരുത്. വഹ്ദറുഹും. അവരോട് ജാഗ്രത കാണിക്കണം, അവർ സൂക്ഷിക്കണം. എന്ത്? യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. അല്ലാഹു താങ്കളിലേക്ക് ഇറക്കിയതിനെ വിഷയത്തിൽ അതിന് ചിലതിനെ തൊട്ട് അവരെന്ത് ചെയ്യും? അങ്ങയെ തെറ്റിക്കും. ഫഇൻ തവല്ലൗ. ഇനി അവരങ്ങനെ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം. അല്ലാഹു അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾ കാരണം അവരെ മുസീബത്ത് അവർക്ക് നൽകാനാണ്. വഇന്ന കസീറൻ മിനന്നാസി ലഫാസിഖൂൻ. ജനങ്ങളിൽ നിന്ന് അധിക പേരും അധിക ആളുകളും സിംഹഭാഗവും അവർ ദുർനടപ്പുകാരാണ്, ധിക്കാരികളാണ്. അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ. അവര് ജാഹിലിയ്യത്തിലെ ആ വിധിയെയാണോ അവർ ആഗ്രഹിക്കുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. ദൃഢവിശ്വാസികളായ, ദൃഢമായി കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക് അള്ളാഹുവിന്റെ വിധിയല്ലാതെ ഉദാത്തമായത് വേറെ ഏതാള്ളത്? നല്ല വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ് പറഞ്ഞു കൊടുക്കണം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറാ ഔലിയാ. നിങ്ങൾ ഒരിക്കലും യഹൂദി നസ്വാറാക്കളെ മിത്രങ്ങളാക്കരുത്, നിങ്ങൾ അവരെ രക്ഷാകർത്താക്കളാക്കരുത്. ബഅ്ളുഹും ഔലിയാഉ ബഅ്ദ്. അവിടെ അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടു. അത് പറയാൻ കാരണം എന്താ അറിയോ? യഹൂദികളും നസ്വാറാക്കളും തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. എന്നും പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഓല പൊതുശത്രു നമ്മളാണ്. അതാണ് ഒരു പരസ്പരം നമ്മൾ എതിർക്കാൻ എന്താകുന്നത്? മിത്രങ്ങളാകുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. അതുകൊണ്ടാണ് അവർ പരസ്പരം ഔലിയാക്കളാണെന്ന് പറയാൻ കാരണം. ഒരു ഭയങ്കര വെറുപ്പും എതിരുമാണ്. നമുക്ക് തന്നെ അറിയില്ലേ, ജൂതന്മാരെ
പിന്നെ യൂറോപ്പിൽ ക്രൈസ്തവർ കാണിച്ചത്. ആളെ നിർത്തി എണ്ണ വെച്ച് കത്തിച്ച്, അങ്ങനെയാണ് കുറേ ജൂതന്മാർ ഒരു ഗതിയില്ലാതെ അലഞ്ഞു നടന്ന് ഫലസ്തീനിലെ അറബിയാൾ ഓൽക്ക് ഇത് കൊടുത്തത്. ഓല് തമ്മിലുള്ള പ്രശ്നമല്ലത്. പിന്നെ അവസാനം അഭയം കൊടുത്തവർക്കെതിരെ തിരിഞ്ഞു യൂതന്മാരെന്ന് മാത്രം ഓലെ പിന്മുറക്കാൻ. ഓരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ധാരാളം ജൂതന്മാരോട് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, പലതും എന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നബിയുടെ കാലത്തൊക്കെ ഓര് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. പക്ഷേ നമ്മൾ എതിർക്കാൻ ഒരൊറ്റക്കെട്ടാവും. അതുകൊണ്ടാണ് പറയേണ്ടത് അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളിയും, നമുക്ക് പോലെ എല്ലാവരും ഒന്നേ കാരണം. وَمَن يَتَوَلَّهُم مِّنكُمْ فَإِنَّهُ مِنْهُمْ. നിങ്ങൾ ആരെങ്കിലും അവരെ മിത്രങ്ങളാക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽ പെട്ടുപോകും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തീർച്ചയായും അല്ലാഹു ളാലിമീങ്ങളായ ഒരു ജനതക്ക് മാർഗദർശനം നൽകുകയില്ല തന്നെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأن يحكم بينهم بما أنزل الله ولا تتبع أهواءهم واحذرهم أن يفتنوك عن بعض ما أنزل الله إليك فإن تولوا فاعلم أنما يريد الله أن يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. صدق الله العلي العظيم.